കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹാജി അബ്ദുള്ള സേട്ട് കൊച്ചിയിൽ നിർമ്മിച്ച ഒരു പള്ളിയിലല്ലേ ആദ്യമായി മലയാളത്തിൽ പ്രസംഗം നടക്കുന്നത്? ഒരു നൂറ്റാണ്ട് പോലും തികഞ്ഞിട്ടില്ല ഈ കേരളത്തിൽ മലയാളത്തിലുള്ള ഖുത്ബ വെള്ളിയാഴ്ച പടച്ചറബിന്റെ പള്ളികളിൽ നടത്തപ്പെടാൻ ബിദഅത്തിന്റെ ആളുകൾ നടത്താൻ തുടങ്ങി. ഈ കോഴിക്കോട് ജില്ലയിൽ ഒരു 45-50 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. നമ്മുടെ നഗരത്തിൽ കോഴിക്കോട് പട്ടണത്തിൽ പട്ടാളപ്പള്ളിയിൽ കെ ഉമർ മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് വെള്ളിയാഴ്ചത്തെ ജുമുഅ ഖുത്ബ മലയാളത്തിൽ നടത്തുന്നത് വരെ കോഴിക്കോട് ജില്ലയിൽ എവിടെയും മലയാളത്തിൽ ഖുത്ബയുണ്ടായിരുന്നില്ല. നിങ്ങൾ പരിശോധിക്കണം, ചരിത്രങ്ങൾ അന്വേഷിക്കണം. എന്നാൽ ആ പിഴച്ച വഴിയെ പിന്തുടർന്നുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അവരുടെ അണ്ടറിലുള്ള പള്ളികൾ, ആ പള്ളികളിൽ ഖുത്ബകൾ അങ്ങനെയാണ്. വെള്ളിയാഴ്ചകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇനി നിങ്ങൾ നിസ്കരിച്ചിട്ട് എന്ത് ഫലമാണ്? തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ പറയും ഞങ്ങൾ നിസ്കരിപ്പിക്കുന്നവരാണ്. കുറ്റ്യാടിയിലൊക്കെ ചിലപ്പോൾ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ വരാറുണ്ട്. കുറച്ച് ആളുകൾ സിറാജുൽ ഹുദയുടെ നമ്മുടെ പള്ളിയിലുണ്ടാവും, കുറച്ചാളുകൾ മുജാഹിദിന്റെ ഒരു പള്ളിയുണ്ട് അവിടെ ഉണ്ടാവും, കുറച്ചാളുകൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിലുണ്ടാവും. പണ്ട് സിറാജുൽ ഹുദയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും അവർ ഒരുമിച്ച് കൂടിയിട്ട് ജുമുഅയും കഴിഞ്ഞ് അവര് സിറാജുൽ ഹുദയുടെ പരിസരത്ത് സംഗമിച്ചപ്പോ ഞാൻ അവരുടെ അമീറിനോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഒരു കൂട്ടർ ഈ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു, ഒരു കൂട്ടർ ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു, വേറൊരു വിഭാഗം മുജാഹിദിന്റെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. ആരുടെ ജുമുഅയാണ് ഇപ്പൊ സ്വഹീഹായത്? കാരണം ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിന്റെ പുറത്താണെന്ന് മുജാഹിദ് പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാമിന്റെ പുറത്താണെന്ന് ജമാഅത്ത് ഇസ്ലാമി പറയുന്നു, സുന്നികൾ ഇസ്ലാമിന്റെ പുറത്താണെന്ന് രണ്ടു കൂട്ടരും പറയുന്നു. നിങ്ങൾ എല്ലാ വിഭാഗത്തിന്റെ പള്ളിയിൽ വെച്ചും നിസ്കരിച്ചിട്ടുണ്ട്. ഏത് ജുമുഅയാണ് ഇപ്പൊ ശരിയായത്? അപ്പോ അന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന വലിയ അമീർ പറഞ്ഞത്, ഈ ചർച്ച ഞാൻ എന്റെ മുകളിലുള്ള അമീറിനോട് ചോദിച്ചിട്ട് എന്റെ മറുപടി പറയാവുന്ന. ഏത് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഏത് നിസ്കാരാണ് ഇപ്പൊ ശരിയായത് എന്ന ചോദ്യത്തിന് മറുപടി അതിപ്പോ വലിയ അമീറിനോട് ചോദിക്കണം. ഇവര് ചെയ്ത പരിപാടി അതിലേതാ ശരി എന്നത് ചോദിക്കണമെങ്കിൽ വലിയ അമീർ വരണമെന്നാ അന്ന് കിട്ടിയ മറുപടി. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ഇപ്പോഴും തുടർന്നു വരുന്ന ഒരു നടപടി ഇത് തന്നെയല്ലേ? തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളുടെ ശബ്ദം ശ്രവിക്കുന്നവരിലുണ്ടാകും. ഞാൻ അവരോട് പറയാൻ, നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളെ അമീറുമാര് ഒരു പ്രദേശത്ത് വെള്ളിയാഴ്ച എത്തിയാൽ കുറച്ചാളുകളെ ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിൽ വിടാറില്ലേ? അവിടെ അങ്ങനെ പള്ളി ഉണ്ടെങ്കിൽ കുറച്ചാളുകൾ മുജാഹിദിന്റെ പള്ളിയിൽ വിടാറില്ലേ? കുറച്ചാളുകൾ സുന്നികളെ പള്ളിയിൽ ഉണ്ടാകാറില്ലേ? ഇതിൽ ഏത് നിസ്കാരമാണ് സ്വഹീഹായത്? എല്ലാം ശരിയെന്ന് പറയാൻ ഒരു നിർവാഹവുമില്ല. കാരണം മലയാളത്തിൽ ഖുത്ബയോതിയിട്ട് ഖുത്ബ എന്ന പേരിൽ ഒരു പ്രസംഗം നടത്തിയിട്ട് നിസ്കരിച്ചത് തികച്ചും അത് തെറ്റാണ്, തികച്ചും അത് തെറ്റാണ്. അപ്പോൾ ഏത് കർമ്മശാസ്ത്ര പ്രകാരമാണ്, വിധിപ്രകാരമാണ് നിങ്ങൾ ആ ഖുത്ബയിൽ പങ്കാളികളായത്? മലയാളത്തിലുള്ള പ്രസംഗം നടന്നെടുത്ത് നിങ്ങൾ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചത് ബാത്തിലാകുന്ന നിസ്കാരത്തിലേക്ക് മുസ്ലിങ്ങളെ വിളിച്ചുകൊണ്ടുപോയി നിങ്ങൾ വലിയ അമലിന്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഈ കേവലം കപട നാട്യമുണ്ടല്ലോ, ഇത് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കൂല. നിസ്കരിപ്പിക്കുക എന്ന് പറഞ്ഞാണ് വിളിച്ചു കൊണ്ടുപോകുന്നത്. ലഭിക്കുന്നതോ ബാത്തിലായ നിസ്കാരങ്ങളാണ്, നിഷ്ഫലമായതും ദുർബലപ്പെട്ടതുമായ നിസ്കാരങ്ങളാണ്. കേവലം രൂപങ്ങൾ മാത്രമാണ്, കുനിയലും നിവരലും മാത്രമാണ്. ഇതിനാണോ മുസ്ലിം സമൂഹത്തെ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളിലേക്ക്, തബ്ലീഗ് ജമാഅത്ത് എന്ന പ്രസ്ഥാനത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ചു കൊണ്ടുപോകുന്നത്? തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ നിങ്ങൾ ആലോചിക്കണം. എന്തിന് നിങ്ങൾ ഇസ്ലാമിന്റെ ആളുകളെ, മുസ്ലിങ്ങളായ ആളുകളുടെ നിസ്കാരം നഷ്ടപ്പെടുത്തണം? എന്തിന് നിങ്ങൾ മുസ്ലിങ്ങളുടെ നിസ്കാരം ദുർബലപ്പെടുത്തണം? എന്തിന് നിങ്ങൾ മുസ്ലിങ്ങളെ കൊണ്ട് വെള്ളിയാഴ്ച വരെ ഹറാമു ചെയ്യിപ്പിക്കണം? ചോദിക്കുന്നു നിങ്ങളോട്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി കൂടിയാണ്. നിങ്ങൾ സാധാരണക്കാരായ തബ്ലീഗുകാര് അമീറുമാരുടെ വാക്കുകൾ കേട്ട് അബദ്ധത്തിൽ പെട്ടുപോയവരാണ്. തിരുത്താം, നിങ്ങൾക്ക് തൗബ ചെയ്യാം. ഈ ചെയ്ത പാപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാം. ഇത് കടുത്ത പാപങ്ങളാണ് നിങ്ങൾ മതത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നത്. കടുത്ത പാപങ്ങൾ, നന്മകളല്ല.
സൽക്കർമ്മങ്ങളല്ല, സൽപ്രവർത്തനങ്ങളല്ല, കടുത്ത തിന്മകളാണ് കേട്ടോ. കാരണം ഒരു സുന്നിയായി ജീവിക്കുന്ന മനുഷ്യനെ തബ്ലീഗുകാരനാക്കി മാറ്റിയിട്ട് വെള്ളിയാഴ്ച ആ സുന്നി ഈ കാലം അത്രയും അറബിയിൽ ഖുതുബയോതി അറബിയിൽ നിസ്കരിക്കുന്ന പള്ളിയിൽ പോയി സ്വഹിയായ ജുമഅ നിസ്കരിച്ച് വന്നവനാണ്. ഇന്ന് തബ്ലീഗായവനായ തബ്ലീഗ് ജമാഅത്തിൽ ചേർന്നത് കൊണ്ടോ ലഭിക്കുന്ന നിസ്കാരം ബത്തിലായി പോയി. എന്തൊരത്ഭുതം, എന്ത് അത്ഭുതമാണ് ഈ കാണുന്നത്. ഇതിനാണോ തബ്ലീഗ് ജമാഅത്തിലേക്ക് ആളുകൾ പോയത്? ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു പറയാൻ കഴിയും. ഞാൻ അങ്ങോട്ട് വിശദമായി ഇപ്പോൾ കടന്നു പോവുകയല്ല. ആ തബ്ലീഗ് ജമാഅത്ത്, ഇത് ഞാൻ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തെളിവുകൾ വീണ്ടും ഉദ്ധരിക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഈ പ്രസ്ഥാനം പേച്ചതാണ് എന്നതിന്റെ രേഖകൾ, ആ രേഖകളും തെളിവുകളും പ്രമാണങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ. എന്നാൽ ആ തബ്ലീഗ് ജമാഅത്ത് നമ്മൾ പഠിച്ചല്ലോ, അവർക്ക് കുറെ നേതാക്കന്മാരുണ്ട് എന്ന്. ആ നേതാക്കളിൽ ഒരു വലിയ നേതാവ് ആരാണ്? ഷാ മുഹമ്മദ് ഇല്യാസ്. അത് ആ ഷാ മുഹമ്മദ് ഇല്യാസ് ആദർശ രംഗത്ത് നേതാവായി സ്വീകരിച്ചത് ആരെയൊക്കെയാണ്? ആദർശ രംഗത്ത് അദ്ദേഹം നേതാക്കളായി സ്വീകരിച്ചത് ചില നേതാക്കന്മാരെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. അഷ്റഫ് അലി ഥാനവിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ തുടങ്ങി ചില പ്രത്യേക നേതാക്കന്മാര്, ആ നേതാക്കന്മാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഈ മൽഫൂലാത്ത് എന്ന് പറയുന്ന പുസ്തകം, ഇതിന്റെ 122 പേജ് നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ ചില വിഷയങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. 122 പേജ് എന്താണ്? ഫർമായ ഹസ്രത്ത് ഗാൻകൂഹി റഹ്മത്തുള്ളാഹി അലൈഹി, ഇതിൽ എഴുതി വായിച്ചാണ്, इस दौर के कुतुबे इरशाद और मुजद्दिद थे, लेकिन मुजद्दिद के लिए जरूरी नहीं है कि सारा तजदीदी काम उसका हाथ पर जाहिर हो. എന്താണ് ഇയാൾ പറയുന്നത്? ഈ കാലഘട്ടത്തിലെ കുത്തുബാണ്, പരിഷ്കർത്താവാണ് റഷീദ് അഹമ്മദ് ഗാംഗൂഹി എന്ന് പറയുന്ന മനുഷ്യൻ. തബ്ലീഗ് ജമാഅത്ത് എന്ന പ്രസ്ഥാനം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കുറച്ച് ആളുകളൊക്കെ കേൾക്കേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ തബ്ലീഗ് ജമാഅത്തുകാരായ ആളുകൾ അവരുടെ അമീർമാരൊക്കെ പറഞ്ഞു കൊടുത്താലും ഞങ്ങളറിയില്ല, ഞങ്ങൾ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ചുറ്റുപാടൊക്കെ ഉണ്ടാക്കുമെന്നല്ലാതെ ഇതെല്ലാം തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കന്മാരും അനുയായികളും അംഗീകരിക്കുന്ന ഒരു പുതിയ നേതൃത്വമാണ് അവരുടേത്. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പറയുന്നു, लेकिन मुजद्दिद के लिए जरूरी नहीं है कि सारा तजदीदी काम उसका हाथ पर जाहिर हो. പക്ഷേ എല്ലാ നവോത്ഥാന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ആ പരിഷ്കർത്താവിന്റെ കൈക്ക് തന്നെ വെളിപ്പെടുക എന്നത് നിർബന്ധമുള്ള കാര്യമല്ല. എന്താണ് പറയുന്നത്? കുറെ കാര്യങ്ങൾ ഷാ മുഹമ്മദ് ഇല്യാസിലൂടെയാണ് വെളിപ്പെടുക എന്നതിന്റെ ഒരു മുഖവുര പറയുകയാണ്. റഷീദ് അഹമ്മദ് ഗാംഗൂഹി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം പരിഷ്കർത്താവാണ്. എന്നാൽ പരിഷ്കർത്താവിലൂടെ തന്നെ എല്ലാ തജ്ദീദി പ്രവർത്തനങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളും നടന്നുകൊള്ളണമെന്നില്ല. बल्कि उसके आदमियों के जरिए जो काम हो वो सब भी बिलवासिता उसका है. അദ്ദേഹത്തിൻ്റെതായ ആളുകളിലൂടെ വെളിപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ ആ മുജദ്ദിദിന്റെ പ്രവർത്തനം തന്നെയാണ്. എപ്രകാരം ഖുലഫായ റാഷിദീൻ ബിൽ ഖുസൂസ് ഹസ്രത്ത് ശൈഖൈൻ കാ കാം ഫിൽ ഹഖീഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹി കാ കാം ഹേ. എന്താണ് ഇതിൽ പറയുന്നത്? 4 ഖലീഫമാർ, വിശിഷ്യ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം തന്നെയാണ്. ഹഖീഖത്തിൽ റസൂലുള്ളാഹിന്റെ പ്രവർത്തനം തന്നെയാണ്. അപ്പൊ അതുപോലെ ഒരു പരിഷ്കർത്താവ് ലോകത്ത് ഉദയം ചെയ്തിട്ട് എല്ലാ നവോത്ഥാന പരിഷ്കരണ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിലൂടെ തന്നെ വെളിപ്പെട്ടു കൊള്ളണമെന്നില്ല. കുറെയൊക്കെ എന്റെ ഭാഗത്തുകൂടെയാണ്, എന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് വെളിപ്പെടുക എന്നതാണ് ഷാ മുഹമ്മദ് ഇല്യാസ് അദ്ദേഹം പറഞ്ഞതിന്റെ ആകെ തുക എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. അങ്ങനെ ഈ ഗ്രന്ഥത്തിൽ മുജദ്ദിദായി പരിഷ്കർത്താവായി അംഗീകരിക്കപ്പെട്ട ഒരു നേതാവാണ് റഷീദ് അഹമ്മദ് ഗാംഗൂഹി എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ എന്ന്
നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. പിന്നീട് മൗലാന താനവി എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ, ആ മൗലാന താനവി എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് ഈ ഷാ മുഹമ്മദ് ഇല്യാസ് ഏറ്റെടുക്കുന്നത് എന്നും ഇതേ പുസ്തകത്തിന്റെ 58-ാമത്തെ പേജിൽ വളരെ വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹസ്രത്ത് മൗലാന താനവീനെ ബഹുത് ബഡാ കാം കിയാ ഹേ, വലിയ പ്രവർത്തനമാണ് താനവി ചെയ്തു വെച്ചത്. मेरा दिल ये चाहता है कि तालीम तो उनकी हो और तरीका तबलीग मेरा हो कि इस तरह उनकी तालीम आम हो जाएगी എന്നാണ് ഇദ്ദേഹം രേഖപ്പെടുത്തിയത്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം? ആശയങ്ങളെല്ലാം താനവിയുടേത്, പ്രവർത്തനങ്ങളെല്ലാം എന്റേത്. അങ്ങനെ ലോകം മുഴുക്കയും ഈ തബ്ലീഗ്, ഈ പ്രവർത്തനം, താനവിയുടെ ആശയം അത് പ്രചരിക്കണം എന്ന് എന്റെ ഹൃദയം ആഗ്രഹിക്കുന്നു എന്ന് ഷാ മുഹമ്മദ് ഇല്യാസ്, മേരാ ദിൽ യേ ചാഹതാ ഹേ, എന്റെ ഹൃദയം ഇത് ആഗ്രഹിക്കുകയാണ്. എന്താണത്? താലീം തോ ഉൻകി ഹോ ഔർ തരീഖാ തബ്ലീഗ് മേരാ ഹോ, ആശയങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ, പ്രവർത്തനങ്ങൾ മുഴുവനും, പ്രബോധനം മുഴുവനും എന്റെ. അങ്ങനെ ലോകം മുഴുക്കയും താനവിയുടെ ആശയം പ്രചരിക്കണം. താനവി എന്ന് പറയപ്പെടുന്ന മനുഷ്യനാരാണ്? ഷാ മുഹമ്മദ് ഇല്യാസ് ഖുത്ബായി മുജദ്ദിദായി പരിചയപ്പെടുത്തിയ റഷീദ് അഹമ്മദ് ഗാംഗോഹിയാരാ. ഈ വിഷയത്തിലേക്ക് നിങ്ങളൊന്ന് ആഴ്ന്നിറങ്ങിയാൽ അപകടത്തിന്റെ ആഴി അവിടെയാണ് വെളിപ്പെടുക മുസ്ലിങ്ങളെ. ആ താനവിയുടെ ആശയങ്ങൾ അൽ ബലാഗ് മാസികയിൽ മലയാളത്തിൽ തന്നെ വിവർത്തനം ചെയ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ അത് വിവർത്തനം ചെയ്യപ്പെട്ട് പലപ്പോഴായി തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്, അൽ ബലാഗിന്റെ വിവിധ ലക്കങ്ങളിലൂടെ. ഇതിൽ നിങ്ങൾക്ക് എന്തെല്ലാം വിഷയങ്ങൾ കാണാമെന്നറിയോ? കുറെ വിഷയങ്ങൾ, സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതെല്ലാം ബിദ്അത്തായി ഇതിൽ എണ്ണിയത് കാണാൻ കഴിയും. മഹത്തായ ഇസ്ലാമിക അധ്യാപനങ്ങൾ, മൗലാന അഷ്റഫ് അലി താനവി, ബിദ്അത്ത് അഥവാ അനാചാരങ്ങൾ. ഈ ബിദ്അത്ത് അഥവാ അനാചാരങ്ങൾ എന്ന് പറഞ്ഞതിൽ എന്തൊക്കെയാ ഉള്ളത്? മക്ബറകളിൽ ആഘോഷങ്ങൾ നടത്തുക, അവിടെ വിളക്ക് കത്തിക്കുക, സ്ത്രീകൾ അവിടെ പോവുക, അതിനു മീതെ പട്ടുതുണി ഇടുക, ഖബർ കെട്ടിപ്പൊക്കുക, അതിന് സലാം പറയുക, 40 ആണ്ടും മറ്റും നിർബന്ധമായി ധരിച്ച് ചെയ്യുക. നിർബന്ധമായി ധരിച്ചിട്ട് ആരും ചെയ്യാറില്ല, സുന്നത്ത് എന്നുള്ളത് ധരിച്ചിട്ട് തന്നെ ചെയ്യാറുള്ളൂ. അപ്പൊ അത് നിർബന്ധമായി ധരിച്ച് എന്നത് ഒരു വാചകം അവിടെ കൂട്ടിക്കൊടുത്തതാണ്, അത് മനസ്സിലാക്കണം. അപ്പൊ എന്തൊക്കെയാണ്? ആ ഖബറുകളിൽ ആഘോഷം നടത്തുക എന്ന് പറഞ്ഞാൽ ഉറൂസ് കഴിക്കൽ അത് ബിദ്അത്താണ് എന്നാണ്. ഞാനിവിടെ അതിന്റെ പ്രമാണങ്ങളിലേക്ക് കിടക്കുന്നില്ല. തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ്, നിങ്ങൾ നേരത്തെ ഞാൻ വായിച്ചത് കേട്ടുവല്ലോ. എന്താണ് ഷാ മുഹമ്മദ് ഇല്യാസിന്റെ താല്പര്യം? അഷ്റഫ് അലി താനവിയുടെ ആശയം ലോകം മുഴുക്കയും പ്രചരിക്കുക എന്നതാണ്. അദ്ദേഹത്തിന്റെ മൽഫൂദാത്തിന്റെ 58-ാമത്തെ പേജിൽ അത് രേഖപ്പെടുത്തിയല്ലോ. എന്നാൽ അഷ്റഫ് അലി താനവിയുടെ ആശയങ്ങളോ, സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന മുഴുവൻ ആശയങ്ങളെയും അദ്ദേഹം എതിർക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, അതിൽ ഉറൂസ് കഴിക്കലുണ്ട്, അവിടെ വിളക്ക് കത്തിക്കുക, അതിനെ എതിർക്കുന്നു. വെളിച്ചം ആവശ്യമാണെങ്കിൽ വിളക്ക് കത്തിക്കണമല്ലോ. വെളിച്ചം ആവശ്യമുള്ളിടത്ത് മക്ബറകൾ സിയാറത്തിന് വരുന്ന സമയങ്ങളിൽ അവിടെ വെളിച്ചം ആവശ്യമായി വരും. അപ്പൊ അവിടെ വിളക്ക് കത്തിക്കണം. വിളക്ക് ട്യൂബോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ വിളക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോ സ്ത്രീകൾ അവിടെ പോവുക, ഖബർ കെട്ടിപ്പൊക്കുക, എന്നിട്ട് അങ്ങനെ പോയിട്ട് അതിന് സലാം പറയുക, ഖബറിന് സലാം പറയൽ, 40 ആണ്ടും കഴിക്കൽ, ഇതൊക്കെ ബിദ്അത്ത് അനാചാരമാണ് എന്ന് നീണ്ട ഒരു ലേഖനത്തിൽ അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, താനവിയുടെ ആശയങ്ങളായി വളരെ ഖണ്ഡിതമായി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഉറുദു പുസ്തകത്തിൽ നിന്ന് തബ്ലീഗിന്റെ ആളുകൾ, കേരളത്തിലുള്ള ആളുകൾ വിവർത്തനം ചെയ്ത് അൽ ബലാഗ് മാസികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധയിലേക്ക് എടുത്തു വെച്ചത് എന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ, ഓർമ്മപ്പെടുത്തട്ടെ. ഇങ്ങനെ ഒരു ഭാഗത്ത് താനവിയുടെ ആശയമാണ് ഞാൻ സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ താനവിയുടെ ആശയങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന് ഘടകവിരുദ്ധമാണ് എന്ന് വളരെ വ്യക്തമായി നിങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, സഹോദരന്മാരെ, അതുപോലെ
ബിഹിസ്തി സേവർ എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വളരെ വിശദമായി സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസ കർമ്മങ്ങളെ മുഴുവനും എതിർത്തുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് പറഞ്ഞത് കാണാൻ കഴിയും. ബിഹിസ്തി സേവർ എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കന്മാര് അഷ്റഫ് അലി താനവിയും റഷീദ് അഹമ്മദ് ഗാംഗോയിയും ഒക്കെ ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ. ഇനി ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം. ഇത് നോക്കൂ നിങ്ങൾ, ഇതൊരു ലേഖനമാണ്. ജമാഅത്തു ദഅവത്തി വത്തബ്ലീഗ് എന്ന് പറയുന്ന ലേഖനം. ഇത് ആരുടേതാണ്? റദ്ദ് സമാഹത്തിൽ അല്ലാമ ശൈഖ് അസ്സയ്യിദ് അബുൽ ഹസൻ അലി അൽ ഹസനി അൻ-നദ്വി അല ഇസ്തിഫ്സാരിൻ അനിൽ ജമാഅ. തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് അബുൽ ഹസൻ അലി നദ്വി എഴുതിയ അറായിദ് പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ലേഖനമാണ്. അപ്പൊ ഇതിൽ എന്താണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് ഇയാൾ വിശദമായി ഒരു ലേഖനത്തിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നതല്ല. നമ്മളൊരു വിഷയം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയുമാണല്ലോ. എന്താണ് ഇതിൽ പറയുന്നത്? തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ പറ്റിയിട്ട് പറയുന്ന വിഷയം, ഖാമ ശൈഖ് മുഹമ്മദ് ഇല്യാസ് ഫീ ളിമ്നി മൻ ഖാമ മിനൽ ഉലമാഇൽ അജില്ലത്തി المثابرين المناضلين بحركته الإصلاحية التي أسسها على العقيدة السلفية الصريحة الثابتة بالكتاب والسنة وما عليه سلف هذه الأمة എന്ന് പറഞ്ഞിട്ട് ഈ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് അബുൽ ഹസൻ അലി നദ്വി മുഹമ്മദ് ഇല്യാസ്, ഷാ മുഹമ്മദ് ഇല്യാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്ലാഹി പ്രവർത്തനത്തിന് വേണ്ടി, സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആരെല്ലാം പരിശ്രമിച്ചിട്ടുണ്ടോ അവരോടൊപ്പം അവരുടെ കൂടെ ഒരു നേതാവായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും സ്ഥിരപ്പെട്ട മാർഗത്തിലൂടെ പ്രവർത്തിച്ച ആളായി ഇന്ത്യ രാജ്യത്ത് അദ്ദേഹം രംഗത്തു വന്നു എന്നത് അബുൽ ഹസൻ അലി നദ്വി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അപ്പോ ഞാൻ ഒന്നാമത് വായിച്ചു കേൾപ്പിച്ചത്, ഇതിന് തുടക്കം കുറിച്ചതും ഇതിന്റെ തുടക്കക്കാരനും ഷാ മുഹമ്മദ് ഇല്യാസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. എന്നിട്ട് അദ്ദേഹം പിന്നെ വിശദീകരിക്കുകയാണ്, ഇന്ന ഹാദിഹിൽ ജമാഅത്ത് ഖാമത്ത് അലാ യദി ശൈഖ് മുഹമ്മദ് ഇല്യാസ്. മുഹമ്മദ് ഇല്യാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കരങ്ങളിലൂടെയാണ് ഈ ജമാഅത്ത്, ഈ പ്രസ്ഥാനം, ഈ സംഘം അത് സ്ഥാപിതമായിട്ടുള്ളത്, അത് നിലനിന്നത്. അല്ലദീ കാന മിൻ ജമാഅത്തിൽ ഇമാം അഹ്മദ് ബിൻ ഇർഫാൻ അസ്-സഹീദ് വശൈഖ് ഇസ്മായിൽ അസ്-സഹീദ് وعلى مذهبهما في التمسك بالتوحيد الخالص والسنة الصحيحة الصريحة. ഈ ഷാ മുഹമ്മദ് ഇല്യാസ് അദ്ദേഹം ആരുടെ മാർഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത്? അല്ലദീ കാന മിൻ ജമാഅത്തിൽ ഇമാം അഹ്മദ് ബിൻ ഇർഫാൻ അസ്-സഹീദ്. അഹ്മദ് ബിൻ ഇർഫാൻ അസ്-സഹീദിന്റെ സംഘത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് ഇയാളെ പറ്റി പറയുന്നത്. അതേപോലെ ഇസ്മായിൽ സയ്യിദിന്റെയും, ഇസ്മായിൽ സയ്യിദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇസ്മായിൽ സയ്യിദ് അവർ വിളിക്കുന്ന ഒരു വ്യക്തി, അയാളുടെ ഗ്രന്ഥവും സിറാത്തെ മുസ്തഖീമും അതിന്റെ ഒറിജിനൽ കോപ്പിയും ഇവിടെയുണ്ട്. ഞാൻ അതിലെ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇൻഷാ അല്ലാഹ് താമസിയാതെ എടുത്തു വെക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് പറയാൻ, ലഖദ് ഉരിഫ ശൈഖുൽ ഇമാം ഇസ്മായിൽ അസ്-സഹീദ് അദാ ജുഹൂദിഹി അദ്ദഅവിയ വജിഹാദി ബികിതാബിഹി അൽ അദീം അൻ-നദീർ ബിസ്മി തഖ്വിയത്തുൽ ഈമാൻ. എന്നാൽ ഷാ മുഹമ്മദ് ഇല്യാസ് എന്ന് പറയുന്ന വ്യക്തി, ഇസ്മായിൽ സയ്യിദ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സർവ പരിശ്രമങ്ങൾക്ക് പുറമെ അദ്ദേഹം ലോകത്ത് അറിയപ്പെട്ടത് ബികിതാബിഹി അൽ അദീം അൻ-നദീർ ബിസ്മി തഖ്വിയത്തുൽ ഈമാൻ, തഖ്വിയത്തുൽ ഈമാൻ എന്ന തുല്യതയില്ലാത്ത ഗ്രന്ഥം കൊണ്ടാണ് അദ്ദേഹം ലോകത്ത് പ്രസിദ്ധനായിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്മായിൽ ഷഹീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ മാർഗത്തിലാണ് വിശ്വാസരംഗത്ത് സുന്നത്തിന്റെ വിഷയത്തിൽ, മദ്ഹബിന്റെ വിഷയത്തിൽ ഈ തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപക നേതാവായ മുഹമ്മദ് ഇല്യാസ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും രൂപപ്പെടുത്തിയത്. അപ്പൊ നമ്മൾ ഇസ്മായിൽ സയ്യിദ് ആരാണെന്ന് പഠിക്കേണ്ടി വരികയാണ്. ആ ഇസ്മായിൽ സയ്യിദിനെ അബുൽ ഹസൻ അലി നദ്വി തന്നെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം ലോകത്ത് വലിയ പ്രവർത്തനങ്ങളിലൂടെ അറിയപ്പെട്ട വ്യക്തിയാണെങ്കിലും എല്ലാറ്റിനും പുറമെ അദ്ദേഹത്തിന്റെ തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ലോകത്ത് പ്രസിദ്ധനായിട്ടുള്ളത്. എന്നിട്ട് പറയാൻ, അല്ലദീ എങ്ങനെയുള്ള ആ തഖ്വിയത്തുൽ ഈമാനാണ്, തറജംതുഹു മഅ തഅലീഖാത്തിൻ ബിസ്മി റിസാലത്തി തൗഹീദ് വഖദ് തുബിഅ വനുശിറ മിറാറാ. ഞാൻ തന്നെ അതിനെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ധാരാളം റിസാലത്തു തൗഹീദ് എന്ന പേരിൽ ധാരാളം തവണ അത് പ്രിന്റ് ചെയ്യപ്പെടുകയും അത് പ്രസിദ്ധപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വഗനിയുൻ അനിൽ ഖൗൽ, പറയേണ്ടതില്ല,
ഇന്ന ഹാദൽ കിതാബ അലാ ഗിറാരി കിതാബി ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അൽ മഅറൂഫ് ബി കിതാബി തൗഹീദ് ബൽ അഖ്വാ മിൻഹു റദ്ദൻ വ ഇഫ്ഹാമാ. എന്താണ് ഈ പറഞ്ഞത്? എന്താണ് പറയേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അബുൽ ഹസൻ അലി നദവി പറഞ്ഞ വിഷയം എന്താണ്? ഇന്ന ഹാദൽ കിതാബ, തഖ്വിയത്തുൽ ഈമാൻ എന്ന് പറയപ്പെടുന്ന ഇസ്മായിൽ ഷഹീദ് രചിച്ച ഗ്രന്ഥം, ആ ഗ്രന്ഥം അലാ ഗിറാരി കിതാബി ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അൽ മഅറൂഫ് ബി കിതാബി തൗഹീദ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തോട് കിടപിടിക്കുന്ന ഗ്രന്ഥമാണ്. ഏത് ഗ്രന്ഥമെന്ന് ഓർമ്മയുണ്ടോ? കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥം. കിതാബു തൗഹീദ് എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തോട് കിടപിടിക്കുന്ന ഗ്രന്ഥമാണ്. എന്നിട്ട് വീണ്ടും അദ്ദേഹം എഴുതുന്നു, ബൽ അല്ല അഖ്വാ മിൻഹു റദ്ദൻ വ ഇഫ്ഹാമാ. ആ കിതാബു തൗഹീദിനേക്കാൾ മറുപടി പറയുന്നിടത്തും ഉത്തരം മുട്ടിക്കുന്നിടത്തും സമർത്ഥനത്തിന്റെ മേഖലയിലും എല്ലാ രംഗത്തും അതാ ശക്തിമത്തായ ഗ്രന്ഥമാണ് തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥം. കിതാബു തൗഹീദിനേക്കാളും ശക്തമാണ്, സുശക്തമാണ്. അങ്ങനെയുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം ഏതാണെന്നറിയോ? അതിന്റെ ഉറുദു പതിപ്പും എന്റെ കയ്യിലുണ്ട്, അറബി പതിപ്പും എന്റെ കയ്യിലുണ്ട്. ആ ഗ്രന്ഥമാണ് തഖ്വിയത്തുൽ ഈമാൻ. നിങ്ങൾ മനസ്സിലാക്കണം. തബ്ലീഗ് ജമാഅത്തിന് എന്താ കുഴപ്പം? തബ്ലീഗ് ജമാഅത്തുകാർ നിസ്കരിക്കല്ലേ, നോമ്പോക്കല്ലേ, നോമ്പോൽപ്പിക്കല്ലേ, ദിക്റിയല്ലേ, ദിക്റി എല്ലാം പറയല്ലേ, ഇതൊക്കെ തന്നെ ആ കുഴപ്പം. ഏത്? നമ്മളിപ്പോ ഇവിടെ അവരുടെ ആശയങ്ങളായി വിവരിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, അവിടെയാണ് അബദ്ധങ്ങളുള്ളത്. തബ്ലീഗ് ജമാഅത്തിന്റെ അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങൾ അവരുടെ വിശ്വാസ കർമ്മരംഗങ്ങളിലാണ്. ആ വിശ്വാസങ്ങൾ ഷാ മുഹമ്മദ് ഇല്യാസ് രൂപപ്പെടുത്തിയത് ഇസ്മായിൽ സയ്യിദ് എന്നവർ വിശേഷിപ്പിക്കുന്ന മനുഷ്യന്റെ വിശ്വാസങ്ങളിലൂടെയാണ്, അദ്ദേഹത്തിന്റെ കർമ്മങ്ങളിലൂടെയാണ്. അവിടെയാണ് അബദ്ധം, അവിടെയാണ് തെറ്റുപറ്റിയത്, അവിടെയാണ് കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഈ തഖ്വിയത്തുൽ ഈമാനിലെ ആശയങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. ഇതിൽ വഹാബി മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന എന്തൊക്കെ ആശയങ്ങളുണ്ടോ ആ ആശയങ്ങൾ മുഴുവനും ഇതിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിന്റെ 31, 32 പേജുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചും അത് കാണാൻ കഴിയും. എന്താ കേട്ടോളൂ. വബഅദുഹും യസ്തഗീസു ബിഹിം ഇദ്ദ ശിദ്ദതി. അതാ ചില ആളുകൾ മഹാത്മാക്കളോട് പ്രയാസഘട്ടത്തിൽ സഹായം ചോദിക്കുന്നു, ഇസ്തിഗാസ നടത്തുന്നു. ഇത് ശിർക്കാണെന്നാണ് പറയുന്നത്, അത് ബിംബാരാധകരുടെ പരിപാടിയാണെന്നാണ് പറയുന്നത്. വൽഹാസിലു അന്നമാ സലക ഇബാദുൽ ഔസാനി ഫിൽ ഹിന്ദി ത്വരീഖൻ മഅ ആലിഹതിഹിം ഇല്ലാ വസലകഹുൽ അദ്ഇയാഉ മിനൽ മുസ്ലിമീന മഅൽ അംബിയാഇ വൽ ഔലിയാഇ വൽ അഇമ്മത്തി വശുഹദാ. എന്തേ പറയുന്നു? ഇന്ത്യ രാജ്യത്ത് ബിംബാരാധകർ പ്രവേശിച്ച മാർഗത്തിലാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കുന്ന ആളുകൾ. അവര് പ്രവേശിച്ച മാർഗം ഇന്ത്യയിലെ ബിംബാരാധകർ തെരഞ്ഞെടുത്ത മാർഗമാണ് കേട്ടോ. ആര് പറയുന്നു? ഷാ മുഹമ്മദ് ഇല്യാസ് എന്ന തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ്. ആ നേതാവ് ആശയം എവിടെന്ന് സ്വീകരിച്ചോ, വിശ്വാസം എവിടെന്ന് സ്വീകരിച്ചോ, ആരെ നേതാവായി അംഗീകരിച്ചോ, അതേ നേതാവ് തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു. ഇവിടെയും അവസാനിച്ചില്ല. നിങ്ങൾക്ക് കാണാം അള്ളാഹുവിന്റെ മഹത്തുക്കൾ അവരുടെ ഖബറിടങ്ങൾ, ആ ഖബറിടങ്ങളിലേക്ക്, അതാ ഖബറുകളിലേക്ക് സിയാറത്തിന് വേണ്ടി യാത്ര നടത്തുന്നത് ശിർക്കാണ് എന്ന് ഈ പുസ്തകത്തിന്റെ 80ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. കേരളത്തിലെ മുജാഹിദുകൾ എന്തൊക്കെ പറയാറുണ്ടോ, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ വിശ്വാസങ്ങളായി പറയുന്ന എന്തൊക്കെ പിഴച്ച വിശ്വാസങ്ങളുണ്ടോ, എല്ലാം ഇതാ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവും രേഖപ്പെടുത്തിയിരിക്കുന്നു. മുസ്ലിങ്ങളെ തിരിച്ചറിയണം നമ്മൾ. ഇതിൽ പറയാൻ ശിർക്കിൽപ്പെട്ടതാണ് എന്ത്? അയ്യഖുസദൽ ഇൻസാനു ഇലാ മശാഹിദ വദറാഇഹൽ ഔലിയാഇ വസ്സാലിഹീൻ മിൻ അസ്ഖാഇൻ ബഈദത്തിൻ വഅർജാഇൻ നാഇയത്തിൻ വയശുദ്ദു ഇലൈഹ الرحال
ويتجسم في سبيلها المشاق والصعوبات يصل إليها متبذلا متبسخا أغبر أشعث ويذبح هنالك الحيوانات. ഇതിൽ വിശദീകരിക്കുകയാണ് എന്താണ് വിദൂര ദിക്കുകളിൽ നിന്ന് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ സാലിഹീങ്ങൾ അവരുടെ മശാഹിദുകൾ അവരുടെ ജാറങ്ങൾ അവരുടെ മക്ബറകൾ ആ മക്ബറകൾ തേടിക്കൊണ്ട് പോകൽ ആ പോക്ക് അത് ശിർക്കിൽപ്പെട്ടതാണ്. അങ്ങനെ കരുതൽ അത് ശിർക്കിൽപ്പെട്ടതാണ്, ഇസ്ലാമിന്റെ പുറത്തു പോകുന്ന വിഷയമാണ്. ആര് പറയുന്നു? തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവുകൾ പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടല്ലേ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഉറൂസിന് പങ്കെടുക്കുന്ന ആളുകളാണോ? ആണെങ്കിൽ തന്നെ വന്നിരുന്നാല് എപ്പോഴെങ്കിലും വന്നാല് അത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനല്ലാതെ ആത്മാർത്ഥമായി അവരുടെ അമീറുമാര് അവര് പോകാറുണ്ടോ? അമ്പിയാക്കൾ ഔലിയാക്കളുടെ ഖബറിടങ്ങൾ ആ ഖബറുകളിലേക്ക് സിയാറത്ത് ചെയ്യാറുണ്ടോ? ഇല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ നിലനിർത്തുന്ന പരിപാടികൾ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളുടെ വീടുകൾ നിങ്ങൾ കാണാറുണ്ടോ? അവരുടേതായ വീടുകളിൽ റബീഉൽ അവ്വൽ 12 വന്നാൽ തബ്ലീഗ് ജമാഅത്തിന്റെ കേരളത്തിലെ അമീറിന്റെ വീട്ടിൽ അവിടെ നബിദിനാഘോഷവും പരിപാടികളും അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിന്റെ സാഹചര്യത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്നല്ലാതെ വേറെ ഒന്നിനു വേണ്ടിയുമല്ല. അത് വിശ്വസിക്കുന്നത് കൊണ്ടല്ല. കാരണം വിശ്വാസമെന്ന് വേറെയാണ്, വിശ്വാസമെന്ന് വേറെയാണ്. ഞാനത് അവരുടെ ഗ്രന്ഥത്തിൽ തന്നെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ട് കടക്കാവുന്നതാണ്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, അങ്ങനെ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് ഷാ മുഹമ്മദ് ഇല്യാസ് നേതാക്കളായി സ്വീകരിച്ച മനുഷ്യനാരാണ്? ആ മനുഷ്യനാണ് ഇസ്മായിൽ സയ്യിദ് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം നോക്കൂ നിങ്ങൾ. ആ ഗ്രന്ഥമാണ് സിറാത്തെ മുസ്തഖീം എന്ന് പറയപ്പെടുന്ന ഈ ഗ്രന്ഥം. സിറാത്തെ മുസ്തഖീം, ഈ സിറാത്തെ മുസ്തഖീം എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം നിങ്ങൾ മനസ്സിലാക്കണം. സിറാത്തെ മുസ്തഖീമാണ്. ഈ ഗ്രന്ഥത്തിലാണ് ഇതിന്റെ 118ാമത്തെ പേജിൽ, ഇതൊരു പഴയ കോപ്പിയാണ്, ഇതിന്റെ 118ാമത്തെ പേജിൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന വാക്കുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു വലിയ കുഴപ്പം വിശ്വാസരംഗത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വില കുറച്ച് കാണിക്കുന്നു എന്നതാണ്. നിങ്ങൾ ചിന്തിക്കണം. ഇവർ നേതാക്കളായി സ്വീകരിച്ച ആളുകളിൽ ഒരാൾ, അയാളുടെ പുസ്തകത്തിൽ ഞാൻ വായിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ 18ാമത്തെ പേജിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കാരത്തിൽ ഓർത്താല് അത് നമ്മുടെ ഹൃദയം മുഴുവനും നബിതങ്ങൾക്ക് കൊടുക്കലായി മാറിപ്പോകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കാരത്തിൽ ഓർത്താല് ആ ഓർക്കൽ കൊണ്ട് നിസ്കാരത്തിന് കോട്ടങ്ങൾ സംഭവിക്കും. അപ്പൊ അതിനേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിലെ മൂരിയെയോ കഴുതയെയോ ഓർക്കലാണ് എന്ന ഒരു ആശയം ലോകത്ത് പറഞ്ഞ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു നേതാവ് തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവാണ്. പല സ്ഥലങ്ങളിലും തബ്ലീഗുകാർ ഇത് നിഷേധിക്കാറുണ്ട്. ഞാനതിന്റെ ഒറിജിനൽ ഗ്രന്ഥവുമായിട്ടാണ് ഇവിടെ വന്നത്. ഒറിജിനൽ കോപ്പിയുമായിട്ടാണ്, അതിന്റെ ഫോട്ടോ കോപ്പിയൊന്നുമല്ല, അതിന്റെ ഒറിജിനൽ പതിപ്പുമായിട്ടാണ്. ഇതിന്റെ 118ാമത്തെ പേജിൽ, ഈ 118ാമത്തെ പേജിലാണ് വളരെ വ്യക്തമായി ഒരു നീണ്ട ചർച്ചയാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അവസാനം പറഞ്ഞെന്താ അറിയോ ഇതിന്? അത് ഒരു തസവുഫിന്റെ ചർച്ചയാണ് എന്നാണ്. തസവുഫിന്റെ ചർച്ചയാണ്. തസവുഫിന്റെ ചർച്ച എന്ന് പറഞ്ഞാൽ തസവുഫിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്ന മാർഗമാണോ സുഹൃത്തുക്കളെ ലോകത്തും ഉണ്ടാവുക? തസവുഫിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ ആക്ഷേപിക്കുന്ന മാർഗമാണോ? അങ്ങനെ ഒരു മാർഗം തസവുഫിൽ കാണാൻ കഴിയോ? തസവുഫിന്റെ പണ്ഡിതന്മാരിൽ ലോകത്ത് കഴിഞ്ഞുപോയ ആരെങ്കിലും നബി തങ്ങളെ നിസ്കാരത്തിൽ ഓർക്കുന്നതിനേക്കാൾ മൂരിയെ ഓർക്കണം എന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ടോ? ഈ പഴച്ച ഇസ്മായിൽ മൗലവി അല്ലാതെ, ഇസ്മായിൽ ദഹ്ലവി അല്ലാതെ, അയാളെ ചുമന്ന് നടന്ന തബ്ലീഗ് ജമാഅത്തുമല്ലാതെ ലോകത്ത് ഇങ്ങനെ ഒരു ആശയം ആരും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു നീണ്ട വിഷയമാണ്. ഞാനത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കുകയാണ്. അപ്നി ഹിമ്മത്ത് കോ ലഗാ ദേനാ, अपने बैल और गद्दे की सूरत में मुस्तगरिक होने से बुरा है, क्योंकि शेख का ख्याल तो तहजीब और बुजुर्गी के साथ इंसान के दिल में चिमट जाता है.
ഇതിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങളാണ്. എന്താണ് പറയുന്നത്? ഹിമ്മത്ത് ലഗാദേന. ഹിമ്മത്ത് ലഗാദേന എന്ന ഉറുദു വാക്കുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ച കേരളത്തിൽ നടന്നുപോയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അണ്ടോണ ഉസ്താദ് ബഹുമാനപ്പെട്ടവര് അവിടുത്തെ കാലഘട്ടത്തിലാണ്. അതിന്റെ കൃത്യമായ മറുപടികൾ ബഹുമാനപ്പെട്ടവർ നൽകിയതിനു ശേഷം തബ്ലീഗ് ജമാഅത്തിൽപ്പെട്ട ഒരു മൗലവിയും പിന്നീട് ആ വിഷയവുമായി രംഗത്തേക്ക് വന്നിട്ടില്ല. ഹിമ്മത്ത് ലഗാദേന എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്നതാണ്. ഉറുദു ഗ്രന്ഥങ്ങൾ മുഴുവനും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെയാണ്. അതിന്റെ ഡിക്ഷണറികൾ പരിശോധിച്ചാൽ നമുക്ക് അതിന്റെ അർത്ഥങ്ങൾ അങ്ങനെയാണ് ലഭിക്കുക. എന്നാൽ തബ്ലീഗ് ജമാഅത്തിന്റെ കേരളത്തിലെ ചില മൊല്ലമാര്, അമീർമാര് സർഫുൽ ഹിമ്മത്ത് എന്ന് അതിന് ഒരു പുതിയ ഒരു വ്യാഖ്യാനവുമായി രംഗത്ത് വന്നു. അഥവാ നമ്മുടെ ചിന്തകൾ മുഴുവനും അള്ളാഹുവിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിച്ച് റസൂലുള്ളാഹിയിലേക്ക് തിരിച്ചു വെക്കുക. അങ്ങനെ തിരിച്ചുവെക്കൽ കൊണ്ട് തീർച്ചയായും നമ്മൾ നിസ്കാരത്തിൽ അള്ളാഹുവുമായുള്ള കണക്ഷൻ അത് വിച്ഛേദിക്കപ്പെട്ടു പോകും, നബിതങ്ങളുമായിട്ടാകും കണക്ഷൻ എന്ന് അവർ വാദിച്ചു. ഈ വാദം വേറൊരു അബദ്ധമാണ്. എന്താ പറയുന്നത്? കാരണം ഹിമ്മത്ത് ലഗാദേന, സർഫുൽ ഹിമ്മത്ത് എന്ന് തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കന്മാർ അർത്ഥം പറഞ്ഞു. നമ്മുടെ പൂർണാർത്ഥത്തിലുള്ള മനസ്സ് തിരിച്ചുവെക്കൽ അത് റസൂലുള്ളാഹിയിലേക്ക് പറ്റൂല. റസൂലുള്ളാഹിയിലേക്ക് അത് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കഴുതയിലേക്കും മൂരിയിലേക്കും ആക്കുക ആണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടെയും ഈ ഹിമ്മത്ത് ലഗാദേന എന്നതിന്റെ അർത്ഥം മാറുന്നില്ലല്ലോ. സർഫുൽ ഹിമ്മത്ത് എന്ന് തന്നെയല്ലേ. അത് തബ്ലീഗ് ജമാഅത്തിന്റെ അമീർമാർക്ക് വേഗം മനസ്സിലാകുന്ന ഒരു വിഷയമാണ്. ഞാനത് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിയതാണ്. ഇത് സാധാരണക്കാര് മാത്രമല്ലല്ലോ ഈ പ്രസംഗം വീക്ഷിക്കുകയും അത് കേൾക്കുന്ന ആളുകളിൽ തബ്ലീഗ് ജമാഅത്തിന്റെ അമീർമാരായ ആളുകൾ വരെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അവർ പറഞ്ഞത് വേറൊരു അബദ്ധമാണ്. എന്താ? സർഫുൽ ഹിമ്മത്ത് നമ്മുടെ എല്ലാ ചിന്തകളും പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്ന് മാറ്റിയിട്ട് ഒരു കേന്ദ്രത്തിലേക്ക് തിരിക്കുന്ന, ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് തിരിക്കുന്നതിനാണ് ഹിമ്മത്ത് ലഗാദേന എന്ന് പറയുക ഉറുദുവിൽ എന്ന് വന്നാൽ, ആ സർഫുൽ ഹിമ്മത്ത് റസൂലുള്ളാഹിയിലേക്ക് പറ്റൂല, മൂരിയിലേക്കും കഴുതയിലേക്കും പറ്റുമെന്നല്ലേ ഇസ്മായിൽ സയ്യിദ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയത്? അത് അതിലും വലിയൊരു ഭീമാബദ്ധല്ലേ? റസൂലുള്ളാഹിയിലേക്ക് പറ്റൂല, മൂരിയിലേക്ക് പറ്റും, കഴുതയിലേക്ക് പറ്റുമെന്നത്. അവിടെയും തബ്ലീഗുകാരൻ രക്ഷപ്പെടുന്നുണ്ടോ? കാരണം എന്താ? റസൂലുള്ളാഹിയിലേക്കാകുമ്പോൾ നമ്മുടെ പൂർണ്ണാർത്ഥത്തിലുള്ള മനസ്സ് അങ്ങോട്ടങ്ങ് തിരിഞ്ഞു പോകുന്നു, അള്ളാഹുവുമായുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടുന്നു. എന്നാൽ അങ്ങനെയുള്ള ആ തിരിക്കൽ, ഹൃദയത്തെ തിരിക്കൽ, അത് മൃഗത്തിലേക്ക്, മൂരിയിലേക്ക്, കഴുതയിലേക്ക് ആകാമെന്ന് പറഞ്ഞാൽ നബിതങ്ങളെ കഴുതയേക്കാൾ മൂരിയേക്കാൾ താഴ്ത്തിക്കെട്ടലല്ലേ? ഒരു പിഴച്ച പ്രസ്ഥാനത്തിന്റെ പിഴച്ച വാദത്തിന് ന്യായം കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ തബ്ലീഗിന്റെ അമീറുമാര് വന്നപ്പോൾ അവര് വേറെ ഒരു കുഴിയിൽ ചെന്ന് വീണത് കണ്ടില്ലേ? നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കൽ നമ്മുടെ കഴുതയെയോ മൂരിയെയോ ഓർക്കുന്നതിനേക്കാൾ മോശമാണ് എന്ന് തബ്ലീഗുകാരൻ പറയുന്നു. കാരണം എന്താണ് കാരണം പറഞ്ഞത്? മഹാന്മാരെ ഓർക്കുന്ന സമയത്ത് ബഹുമാനത്തോടു കൂടെയാണല്ലോ ഓർക്കുക. എന്നാൽ നമ്മുടെ വീട്ടിലെ മൂരിയെയോ കഴുതയെയോ ഓർക്കുമ്പോൾ ബഹുമാനത്തോടു കൂടെ ആകില്ലല്ലോ. തബ്ലീഗുകാരന്റെ ന്യായമാണ് സഹോദരങ്ങളെ. അപ്പൊ ബഹുമാനത്തോടു കൂടെയുള്ള ഓർക്കലാണ് ഇവിടെ തബ്ലീഗുകാരന് പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലായല്ലോ. നബിതങ്ങളെ ബഹുമാനത്തോടുകൂടെ അല്ലാതെ മുസ്ലിം ലോകത്തിന് ഓർക്കാൻ കഴിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നമ്മൾ പറയുമ്പോ നബിതങ്ങളെ ഓർത്തുകൂടെന്ന് പറയുന്ന തബ്ലീഗുകാരാ, തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കൾ അങ്ങനെ പറയുന്നു എന്ന് എത്രയോ തവണ നിങ്ങളുടെ മുന്നിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് വെളിപ്പെടുത്തിയിട്ട്, അതിന്റെ പ്രവർത്തകന്മാര് ബോധ്യപ്പെടുത്തിയിട്ട്, അല്ല അതിന് ഞങ്ങൾക്ക് ചില ന്യായങ്ങൾ ഉണ്ടാകാം എന്ന ധാരണയിൽ വീണ്ടും ആ പ്രസ്ഥാനത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് ദീനിനോട് പ്രതിപത്തിയുള്ളത് കൊണ്ടാണോ?
അല്ല, നിങ്ങൾക്ക് പ്രതിപത്തിയുള്ളത് നിങ്ങളുടെ നേതാക്കളോടോ അവരുടെ ആശയങ്ങളോടോ? പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നമ്മൾ ആലോചിക്കണം. ഒരു മഹാ അബദ്ധത്തിലാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ചെന്നുപോയി ചാടിയത്. അപ്പോ അവരുടെ വലിയ നേതാവായവർ അവതരിപ്പിക്കുന്ന അതേ ഷാ മുഹമ്മദ് ഇല്യാസ് എന്നവർ പേരിട്ട് വിളിക്കുന്ന മനുഷ്യനില്ലേ, ആ മനുഷ്യന്റെ സ്ഥിതിയാണ് ഒരു ഭാഗത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ചിലതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ജ്ഞാനോത്തമിയുടെ ആശയമാണ് വേറൊരു ഭാഗത്ത് ഓർമ്മപ്പെടുത്തിയത്. ഇനി വേറെ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. ഈ പിന്നെ പുസ്തകം നേരത്തെ ഞാൻ കാണിച്ച തഖ്വിയത്തുൽ ഈമാൻ എന്ന പുസ്തകം ഉണ്ടല്ലോ, ഗ്രന്ഥം ഉണ്ടല്ലോ, ആ തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥം, ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഇത് ഫതാവ റഷീദിയ എന്ന് പറയുന്ന റഷീദ് അഹമ്മദ് ഗാംഗൂഹിയുടെ ഗ്രന്ഥമാണ്. അദ്ദേഹത്തിന്റെ ഫത്വകളുടെ സമാഹാരമാണ് ഈ സമാഹാര ഗ്രന്ഥം. അയാളെ പറ്റി എന്താ തബ്ലീഗുകാർ വിശേഷിപ്പിച്ചത്? ഖുതുബുൽ ആലം. ഞങ്ങൾ അറിയാത്ത നേതാവെന്ന് ആരും പറഞ്ഞുകൊണ്ട തബ്ലീഗുകാർ ഖുതുബുൽ ആലമാണ് എന്നാണ്. ഞാൻ നേരത്തെ വായിച്ചു കേൾപ്പിച്ചെന്നല്ലോ. ആ ഖുതുബുൽ ആലം എന്നവർ വിശേഷിപ്പിച്ച റഷീദ് അഹമ്മദ് ഗാംഗൂഹിയുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 78ാമത്തെ പേജ് നിങ്ങൾ പരിശോധിക്കും. ഇതിൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ വായിച്ചു തന്ന ഇസ്മായിൽ ഷഹീദിന്റെ പുസ്തകമായ തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെപ്പറ്റി ഒരു വലിയ വിശദീകരണം നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് ആ ഗ്രന്ഥം, എന്താണ് അത്, നല്ലതാണോ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യവും മറുപടിയും ഇതിലുണ്ട്. അത് മറുപടി ഞാൻ വായിച്ചുതരാം. മൗലവി മുഹമ്മദ് ഇസ്മായിൽ സാഹബ്, നേരത്തെ ഞാൻ തഖ്വിയത്തുൽ ഈമാൻ എന്ന പുസ്തകം വായിച്ച സിറാത്തെ മുസ്തഖീം എന്ന റസൂലുള്ളാഹിനെ ഓർക്കുന്നതിനേക്കാൾ നമ്മുടെ വീട്ടിലെ കഴുതയെയോ മൂരിയെയോ ഓർക്കുന്നതിനേക്കാൾ മോശമാണ് നബിതങ്ങളെ നിസ്കാരത്തിൽ ഓർക്കൽ എന്ന ആശയം എഴുതിവെച്ച സിറാത്തെ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവായ ഇസ്മായിൽ ഷഹീദ് എന്നവർ വിശേഷിപ്പിക്കുന്ന മനുഷ്യനില്ലേ, അദ്ദേഹത്തെ പറ്റി തബ്ലീഗുകാരുടെ ഖുതുബുൽ ആലം പറയുകയാണ്. എന്താ പറയുന്നത് കേട്ടോളൂ. मौलवी मोहम्मद इस्माइल साहब रहमतुल्लाहि अलैहि आलिम मुत्तकी और बिदअत के उगाड़ने वाले और सुन्नत के जारी करने वाले और कुरान और हदीस पर पूरा अमल करने वाले और खल्कुल्लाह को हिदायत करने वाले थे. എന്താ പറയുന്നത്? ഇയാൾ ആരാണ്? വലിയ മുത്തഖിയാണ്, സൂക്ഷ്മതയോടെ ജീവിച്ച ആളാണ്, ബിദ്അത്തുകൾ വിഭാടനം ചെയ്ത വ്യക്തിയാണ്, സുന്നത്തുകൾ നടപ്പാക്കിയ ആളാണ്, ഖുർആനും ഹദീസും അനുസരിച്ച് പ്രവർത്തിച്ച ആളാണ്, ജനങ്ങൾക്ക് ഹിദായത്ത് കൊടുത്ത ആളാണ്. ഇയാളെ പറ്റിയുള്ള വിശേഷണങ്ങൾ മനസ്സിലാക്കണം. അവർ തമാം ഉമർ ഇസി ഹാലത്ത് മേ രഹേ, അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനും ഇങ്ങനെയാണ് അദ്ദേഹം കഴിഞ്ഞുപോയത്. ആഖിർകാർ ഫീ സബീലില്ലാഹ് ജിഹാദ് മേ കുഫാർ കെ ഹാത്ത് സേ ശഹീദ് ഹുയേ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ കുഫാറുമായുള്ള യുദ്ധത്തിൽ ഷഹീദായി. ചരിത്രവും സംഭവവും അങ്ങനെയല്ല. അത് തബ്ലീഗുകാർ വളച്ചൊടിച്ച ഒരു പുതിയ ചരിത്രമാണ്. അദ്ദേഹം ഷഹീദല്ല. അതിന്റെ ചരിത്രത്തിലേക്ക് ഇപ്പോൾ ഞാൻ കിടക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് വീണ്ടും കാണാം. എന്താണ്? കിതാബ് തഖ്വിയത്തുൽ ഈമാൻ, തഖ്വിയത്തുൽ ഈമാൻ എന്ന നേരത്തെ ഞാൻ വായിച്ചു കേൾപ്പിച്ച ഗ്രന്ഥം, അതിനെപ്പറ്റി പറയാൻ. और किताब तक़वियतुल ईमान निहायतु इम्दा किताब है, അങ്ങേയറ്റത്തെ അവലംബ ഗ്രന്ഥമാണ്. और शिर्को बिदअत में लाजवाब है, ഷിർക്ക് ബിദ്അത്തുകൾക്ക് മറുപടിയില്ലാത്ത ഗ്രന്ഥം. ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും ആളുകൾക്ക് മറുപടി പറയാൻ കഴിയാത്ത ഗ്രന്ഥമാണ്. ഇസ്തിദ്ലാൽ ഉസ്കെ ബിൽകുൽ കിതാബുല്ലാഹ് और अहादीस से है, അതിലെ മുഴുവൻ തെളിവുകളും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ്. ഉസ്കാ രഖ്ന और പഠന और അമൽ കർന ഐൻ ഇസ്ലാം ഹേ, ആ പുസ്തകം സൂക്ഷിക്കലും പഠിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലും ഇസ്ലാം തന്നെയാണ്. കേട്ടില്ലേ നിങ്ങൾ? സുന്നത്യമായത്തിന്റെ വിരുദ്ധ പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സർവ്വ ആശയങ്ങളും കുത്തിനിറക്കപ്പെട്ട ഈ പുസ്തകം സൂക്ഷിക്കൽ ഇസ്ലാം തന്നെയാണ്. തബ്ലീഗുകാരന്റെ ഖുതുബുൽ ആലം और മൂജിബ് അജ്ർ കാ ഹേ, അതുകൊണ്ട് പ്രതിഫലം ഉറപ്പായി ലഭിക്കുന്നതാണ്. ഉസ്കെ രഖ്നെ കോ ജോ ബുറാ കഹാ വോ ഫാസിഖ് और ബിദ്അത്തി ഹേ, അതിനെ സൂക്ഷിക്കുന്ന, അതുപോലെ അതേ സംബന്ധിച്ച് മോശപ്പെട്ട വാക്കുകൾ പറയുന്ന ആളുകൾ അവർ തെമ്മാടികളും പുത്തൻവാദികളുമാണ്.
ഈ കിതാബിനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ, ഏത് കിതാബ്? തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് ഇസ്മായിൽ ദഹ്ലവിയുടെ തഖ്വിയത്തുൽ ഈമാൻ എന്ന പുസ്തകം നിങ്ങൾ അറിയോ? ബഹുമാനപ്പെട്ട ശാലിയാത്തി അഹമ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ശാലിയത്ത് അവിടുത്തെ കുത്തുബ്ഖാനയിൽ പോയാൽ, വിനീതനായ ഞാൻ ആ കുത്തുബ്ഖാനയിൽ വെച്ച് ഈ വിഷയം കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. തഖ്വിയത്തുൽ ഈമാൻ എന്ന ഇസ്മായിൽ മൗലവിയുടെ ഗ്രന്ഥത്തിന്റെ പുറംഭാഗത്ത് തന്നെ അതാ എഴുതി വച്ചിരിക്കുന്നു, ഇത് തഖ്വിയത്തുൽ ഈമാനല്ല, ഈമാനെ ശക്തിപ്പെടുത്തുന്ന ഗ്രന്ഥമല്ല, ഇത് തഖ്വിയത്തുൽ ഈമാനാണ്, ഈമാനെ കരിച്ചു കളയുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെപ്പറ്റി തബ്ലീഗുകാരുടെ നേതാവ് എഴുതുന്നു. എന്താണ് എഴുതുന്നത്? ഈ ഗ്രന്ഥത്തെപ്പറ്റി മോശം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ തെമ്മാടിയും പുത്തൻവാദിയുമാണ്. അത് മോശപ്പെട്ട ഗ്രന്ഥമാണെന്ന് കേരളീയർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിൽ ഒന്നാം നിരയിൽപ്പെടുന്ന ആളുകളിൽ ഒരാളല്ലേ ബഹുമാനപ്പെട്ട അഹ്മദ് കോയ ശാലിയാത്തി നവ്വറല്ലാഹു മർഖദഹു. മഹാനവറുകൾ, മുസ്ലിങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഇന്നോ ഇന്നലെയോ ആരോ പറയാൻ തുടങ്ങിയതല്ല. തബ്ലീഗ് ജമാഅത്തിന്റെ ഉത്ഭവകാലം മുതൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ശക്തിയുക്തം ഇവരുടെ ആശയങ്ങളെ എതിർത്തിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം, ആലോചിക്കണം. ഈ പുസ്തകത്തിന്റെ മഹത്വങ്ങൾ പിന്നെയും പറയാം. अगर अपने जहिल से कोई उसका उस किताब की खूबी न समझे तो उसका कसूर फहम है. ഈ കിതാബിന്റെ ശൈലി ആരുടെയെങ്കിലും അജ്ഞത കൊണ്ട് മനസ്സിലാകാതെ പോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പോരായ്മയാണ്. കിതാബ് और मुअल्लिफ किताब की क्या तफसीर, बड़े बड़े आलिम अहले हक उसको पसंद करते हैं. ഈ കിതാബിനും കിതാബിന്റെ രചയിതാവിനും എന്ത് കുഴപ്പമാണുള്ളത്? വലിയ വലിയ ആലിമീങ്ങളൊക്കെ അതേക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നല്ലതാണെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രന്ഥത്തിന്റെ കിതാബിന്റെ കുറെ ഫളായിലുകൾ തഖ്വിയത്തുൽ ഈമാൻ എന്ന തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവുണ്ടാക്കിയ പുസ്തകത്തിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറയാൻ നിങ്ങൾ ആലോചിക്കണം. ആ നേതാവാണ് റസൂലുള്ളാഹി തങ്ങളെ നിസ്കാരത്തിൽ ഓർക്കുന്നത് കഴുതയെയും മോരിയെയും ഓർക്കുന്നതിനേക്കാൾ മോശപ്പെട്ട വിഷയമാണെന്ന് എഴുതിയത്. ആലോചിക്കുക, അങ്ങനെ എഴുതിയ ഒരു നേതാവിനെ അംഗീകരിക്കുന്ന പ്രസ്ഥാനത്തെ നമുക്ക് വേണോ? നമുക്ക് വേണോ? ഇതുകൊണ്ടും അവസാനിച്ചില്ല. ഇനി നിങ്ങൾക്ക് കുത്തുബുൽ ആലമായ റഷീദ് അഹമ്മദ് ഗാംഗൂഹിയുടെ ഈ പുസ്തകത്തിൽ റസൂലുള്ളാഹിനെ വിളിക്കുന്നതിനെ പറ്റി ഇതിന്റെ 62-ാമത്തെ പേജിൽ അതാ ഒരു ചോദ്യവും മറുപടിയും കാണാം. എന്താണ് ഹെഡിങ്? യാ റസൂലല്ലാഹ് പുക്കാർന, റസൂലല്ലാഹ് എന്ന് വിളിക്കൽ. സവാൽ, ചോദ്യം, യാ റസൂലല്ലാഹ് ദൂർ സേ യാ നസ്ദീക് ഖബർ ശരീഫ് സേ പുക്കാർന ജായിസ് ഹേ യാ നഹി, ഖബറിന്റെ അടുത്ത് വെച്ചോ ദൂരെ നിന്നോ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നത് അനുവദനീയമാണോ അനുവദനീയമല്ലേ എന്ന ചോദ്യം. ഇതൊന്നും ഇപ്പൊ തബ്ലീഗുകാരിപ്പോ ഉറുദു വായിച്ചിട്ടിപ്പോ അവർ പഠിച്ചിട്ടുണ്ടാവുമോ എന്നല്ലേ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. എന്നാൽ ഇതിന്റെ ആശയം അവരെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പോരെ. ഇവരുടെ ആശയം, ഈ ആശയങ്ങൾ അവരെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകം വെച്ച് പഠിപ്പിച്ചോ ഇല്ലയോ എന്നതല്ല, ഈ പുസ്തകത്തിൽ അവരുടെ ഖുതുബുൽ ആലം അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ജവാബ്, എന്താണ് മറുപടി? ജബ് അംബിയായ അലൈഹിസ്സലാത്തു വസ്സലാം കോ ഇൽമേ ഗൈബ് നഹി, പ്രവാചകന്മാർക്ക് അദൃശ്യജ്ഞാനമില്ല. വിശദീകരിക്കുകയാണ്, ഒരു നബിക്കും ഒരു പ്രവാചകനും അദൃശ്യജ്ഞാനമില്ല. तो या रसूल अल्लाह कहना भी न जायज होगा, അതുകൊണ്ട് യാ റസൂൽ അല്ലാഹ് എന്ന് വിളിക്കൽ അനുവദനീയമല്ല. अगर ये अकीदा करके कहे कि वो दूर से सुनते हैं बसबब इल्म गैब के तो खुद कुफ्र है. എന്താ പറയുന്നത്? റസൂലുള്ളാഹ് ദൂരെ നിന്ന് വിളിക്കപ്പെടുന്ന സമയത്ത് നബിതങ്ങൾ കേൾക്കുമെന്ന വിശ്വാസത്താലെയാണ് വിളിക്കുന്ന ആള് വിളിക്കുന്നതെങ്കിൽ ഖുദ് കുഫ്ർ ഹേ, അത് സ്വന്തം തന്നെ കുഫറാണ്, അത് സ്വമേധയാ കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറിന്റെ വിളിയാ.
ആര് പറയുന്നു? തബ്ലീഗുകാരന്റെ നേതാവ് വീണ്ടും പറയുന്നു, ഔർജോ അഖീദ നഹി തോ കുഫർ നഹി മഗർ കലിമാ മുശാബഹ കുഫർ ഹേ. എന്നാൽ ഇങ്ങനെ കേൾക്കുമെന്ന ഒരു വിശ്വാസം ഇല്ലാതെയാണ് വിളിക്കുന്നതെങ്കിൽ കുഫർ ഇല്ലെങ്കിലും വിളിക്കാൻ പറ്റൂല. നിങ്ങൾ ആലോചിക്കണം, സ്വന്തം നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ റസൂലല്ലാഹ് എന്ന് ഖബറിന്റെ അരികിൽ വെച്ച് പോലും വിളിക്കുന്നത് ശരിയല്ല, അത് തെറ്റാണെന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ആശയങ്ങള് പ്രചരിക്കണമെന്ന് ഞാൻ കൊതിക്കുന്നുവെന്ന് പറഞ്ഞ അത് പ്രചരിപ്പിച്ച മുഹമ്മദ് ഇല്യാസ് എന്ന് പറയുന്ന മനുഷ്യൻ നിർമ്മിച്ച തബ്ലീഗ് ജമാഅത്ത് ആത്മാർത്ഥതയുള്ള മുസ്ലിങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതാണോ? ഇതറിയാത്തതിന്റെ പേരിലാണോ തബ്ലീഗാരാ നീ തബ്ലീഗ് ജമാഅത്തിന്റെ അമീറുമാരുടെ പോയത്? എങ്കിൽ ഇപ്പോഴെങ്കിലും പഠിച്ചോ, ചിന്തിച്ചോ, തിരുത്തിക്കോ. ഇനിയല്ല തിരുത്താൻ നീ ഒരുക്കമല്ല, ശരിയാണെന്നാണോ നിന്റെ വാദം? എങ്കിൽ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു ങ്ങൾ വെച്ച് ഇത് ശരിയല്ലെന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ എവിടെയും ഒരുക്കമാണ്. നിങ്ങൾ ഏത് മൗലാനെ എന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. സ്വഹാബത്ത് വിളിച്ചതിന് പ്രമാണങ്ങൾ ഞങ്ങൾ കൊണ്ടുവരും. റസൂലുള്ളാഹിന് ശേഷം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തന്നെ വിളിക്കുകയും സഹായം ചോദിക്കുകയും ചെയ്തതിന് പ്രമാണങ്ങൾ നമ്മൾ കൊണ്ടുവരും. റസൂലുള്ളാഹി ല്ലേ വഫാത്തിന് ശേഷമല്ലേ തങ്ങളെ മുഖത്ത് നിന്ന് അതാ മെല്ലെ ആ തുണി അങ്ങ് നീക്കി അവിടുത്തെ കവിൾത്തടവും നെറ്റിത്തടവും ചുംബിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് സംസാരത്തിന്റെ സ്വഭാവത്തിൽ മാനവറുകൾ അതാ നബി പറയുകയാണ്. എന്താ പറയുന്നത്? നബിയേ, അങ്ങേക്ക് വേണ്ടി ഞാൻ എന്റെ ശരീരം സമർപ്പിക്കാം, ഞാൻ എന്റെ മക്കളെ സമർപ്പിക്കാം. പിതാക ഉമ്മി വനഫ്സി വമാലി വഅഹ്ലി, അങ്ങേക്ക് വേണ്ടി ഞാൻ എന്റെ ഉമ്മയെയും ഉപ്പയെയും എന്റെ ശരീരത്തെയും എന്റെ കുടുംബത്തെയും എന്റെ സമ്പത്തിനെയും സർവ അങ്ങേക്ക് സമർപ്പിക്കാം. നബിയേ, അവിടുന്ന് റബ്ബിന്റെ അരികിൽ ഞങ്ങളെ ഓർക്കണം, ഹൃദയത്തിൽ ഞങ്ങൾ ഉണ്ടാകണോ, ഞങ്ങളെ മറക്കരുത് നേതാവേ. അല്ലാഹുവിന്റെ അരികിലെത്തുമ്പോൾ ഞങ്ങൾ മറന്നു പോകരുതേ എന്ന് പറയുന്നത് ആരാണ്? റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമാണ്. സുദ്ദീഖുകളാണ്, സ്വഹാബത്തിന്റെ നേതാവാണ്. അതാ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഗസാരി തങ്ങൾ പോലും അത് രേഖപ്പെടുത്തുകയാണ്. ലോകത്ത് മുഴുക്കപ്പെട്ടതാണ് സഹോദരങ്ങളെ. എന്നാൽ തബ്ലീഗ് മുജാഹിദ് പറയുന്നതോ ജമാഅത്ത് പറയുന്നതോ നബിതങ്ങൾ അങ്ങനെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചുകൂടാ, തന്നെ പാടില്ല. തബ്ലീഗാരന്റെ വാദം ഈ മുസ്ലിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയോ, അംഗീകരിക്കാൻ ഈ വാദം ഞങ്ങൾക്ക് ഇല്ലെന്ന് തബ്ലീഗാരന് പറയാൻ കഴിയോ? മുസ്ലിങ്ങളെ, അങ്ങനെ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടിച്ചു താഴ്ത്തിയ, റസൂലുള്ളാഹി തങ്ങളെ അപകീർത്തിയ എന്തെല്ലാം സംഭവങ്ങളാണ്. അവരുടെ ബറാഹീനുൽ ഖാത്തിഅ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഈ ബറാഹീനുൽ ഖാത്തിഅ എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥത്തിൽ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ദയൂബന്ദിലെ അവരുടെ മദ്രസ പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണേ, മദ്രസ പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തബ്ലീഗാരൻ നഷ്ടപ്പെടുത്തി. ഇതാണ് നിങ്ങൾ എന്താ സംഗതി എന്നറിയോ? നിങ്ങൾ വായിച്ചോളൂ. ഒരാള് മദീനത്ത് വെച്ച് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടുപോലും, തബ്ലീഗാരനായ ഒരാള്. അപ്പൊ നബിതങ്ങൾ ഇയാളോട് ഉറുദുവിൽ ഇങ്ങനെ സംസാരിക്കുന്നു. നബിതങ്ങളോട് ഇയാൾ ചോദിച്ചു,
നബിയെ തങ്ങൾക്ക് എവിടെയാണ് ഉറുദു ഭാഷ കിട്ടിയത്? അവിടുന്ന് ഒരു അറബിയല്ലേ? അപ്പൊ നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്താ? ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. एक सारी फखरे आलम अलैहिस्सलाम की जियारत से ख्वाब में मुशरिफ हुए. ഒരു നല്ല മനുഷ്യൻ റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുന്നതിനിടയിൽ നബിതങ്ങൾ സ്വപ്നത്തിൽ അയാൾക്ക് പ്രത്യക്ഷപ്പെട്ടു. तो आपको उर्दू में कलाम करते देखकर पूछा कि आपको ये कलाम कहां से आ गई. റസൂലുള്ളാഹി തങ്ങൾ ഇയാളോടൊന്നുമില്ല, നബിതങ്ങൾ ഉറുദു സംസാരിക്കുന്നത് കണ്ടപ്പോ ഇയാൾ ചോദിച്ചു, ആപ്കോ യേ കലാം കഹാ സേ ആ ഗയി, ഈ ഭാഷ നബിയെ അങ്ങക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആപ്കോ അറബിയെ, അവിടുന്ന് ഒരു അറബിയല്ലേ? അങ്ങനെ അറബി ആയിരിക്കെ എങ്ങനെയാണ് ഈ ഉറുദു ഭാഷ പഠിച്ചത് അവിടെ നിന്നാണ്? ഫർമായ, റസൂലുള്ളാഹി പറഞ്ഞു, എന്താ? ജബ് സേ ഉലമായെ മദ്രസ ദയൂബൻ സേ ഹമാരാ മുആമല ഹുവാ ഹംകോ ബാൻ ആ ഗയി. ദയൂബന്തിലെ തബ്ലീഗിന്റെ നേതാക്കളുമായി ഇടപഴകാൻ തുടങ്ങിയത് മുതലാണ് എനിക്ക് ഈ ഉറുദു ഭാഷ കിട്ടിയത്. അപ്പൊ റസൂലുള്ളാഹിക്ക് ഉറുദു ഭാഷ പഠിപ്പിച്ചു കൊടുത്തത് ആരാ? തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കളാണെന്നാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ, നേതാക്കന്മാർ റസൂലുള്ളാഹിക്ക് ഉറുദു ഭാഷ പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹി ശിഷ്യനും തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കളും ാരുമാണ്. നിങ്ങൾ ആലോചിക്കണം, ഇത്ര അപകടങ്ങൾ എഴുതി വെച്ച ഒരു പ്രസ്ഥാനത്തെ നിസ്കരിക്കാണല്ലോ, നോമ്പ് വപ്പിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാര് സ്വീകരിക്കാന്ന് പറഞ്ഞു. ഇവർക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ ഒരു ബുദ്ധിയും ഇല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദൃശ്യജ്ഞാനം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നീണ്ട ചർച്ച തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അവരുടെ പല ഭാഗങ്ങളിലും, പുസ്തകങ്ങളുടെ പല ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു നീണ്ട ചർച്ച തന്നെയാണ്. ഞാനതുകൊണ്ട് വിശാലമായി അങ്ങോട്ട് കടന്നു പോവുകയല്ല. അള്ളാഹുവിന്റെ ഹബീബിനെ അപകീർത്തിപ്പെടുത്തി അവിടുത്തെ മഹത്വങ്ങൾ എത്രയാണ് പ്രിയപ്പെട്ട നിങ്ങളെ ഇവര് അത് തള്ളിപ്പറഞ്ഞത് എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തബ്ലീഗ് ജമാഅത്ത് എത്രത്തോളം പറഞ്ഞെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദൃശ്യവും അറിയാന്നാണെങ്കിൽ അത് അള്ളാന്റെ വിശേഷണാണല്ലോ തബ്ലീഗുകാരൻ. കുറച്ച് അദൃശ്യങ്ങൾ അറിയുമെന്നാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും അറിവുകൾ വേറൊരാൾക്ക് ഇല്ലാത്തത് അത് പന്നിക്കും വരെ ഇല്ലേ എന്ന് ചോദിച്ച ഒരു പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ആ പ്രയോഗങ്ങളെല്ലാം തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കന്മാർ പ്രയോഗിച്ച പ്രയോഗമാണ്. ഇൽമേ ഗൈബ് ഖാസ് ഹഖ് തആല കാ ഹേ, ഇസ് ലഫ്സ് കോ കിസി താവീൽ സേ ദൂസരെ पर करना ഈഹാം ശിർക്ക് സേ ഖാലി നഹി. അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അത് പ്രകാരമാണെങ്കിലും മറ്റൊരാളുടെ മേൽ പ്രയോഗിക്കുന്നത് നിന്ന് ഒഴിവാകുന്നതല്ല. ആര്? തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കന്മാര് അവർ എഴുതുകയാണ്. ആലം റഷീദ് അഹമ്മദ് ഗാംഗൂയി എന്ന് പറയുന്ന മനുഷ്യൻ ഫതാവയുടെ 88-ാമത്തെ പേജിൽ ഈ വിഷയം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ 97-ാമത്തെ പേജിലും ഇതേ ആശയങ്ങൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല ഭാഗങ്ങളിലും അദൃശ്യജ്ഞാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൽമേ ഗൈബ് ഖാസ് ഹഖ് തആല ഹേ, ഇസ് ലഫ്സ് കോ കിസി താവീൽ സേ ദൂസരെ पर इतलाक करना ഈഹാം ശിർക്ക് സേ ഖാലി നഹി. 97-ാമത്തെ പേജിൽ വീണ്ടും അത് ആവർത്തിക്കാൻ ചോദ്യത്തിന് മറുപടിയായി, വേറെ ചോദ്യത്തിന് മറുപടിയായി വീണ്ടും ആവർത്തിക്കാൻ. അങ്ങനെ ധാരാളം വിഷയങ്ങൾ. ഇതിൽ ഒരു കൂടി ഞാൻ പറയട്ടെ, മുജാഹിദുകളെ പറ്റി വഹാബികൾ ചോദ്യം. ആരാണ് വഹാബികൾ? അവര് നല്ലോരാണോ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിനൊരു മറുപടി ഉണ്ട്, കേൾക്കണം. എന്താ മറുപടി? വഹാബിയോ കെ അഖീദ, വഹാബികളെ പറ്റിയിട്ട് അവരുടെ വിശ്വാസം എന്താണ്, മതമേതാണ്, അവരുടെ മാർഗം ഏതാണെന്ന് ചോദിച്ചിട്ട് അതിന് മറുപടി പറയാൻ. ഇസ് വഖ്ത് ഔർ ഇൻ അത്റാഫ് മേ വഹാബി
വഹാബി മുത്തബിഉ സുന്ന ഔർ ദീൻദാർ കോ കഹ്തേ ഹെ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ സുന്നത്തിനെ പിന്തുടരുന്ന ദീനിന്റെ ആളുകളായിട്ടാണ് പറയപ്പെടുന്നത്. സുന്നത്തിനെ പിൻപറ്റുന്ന ദീനിന്റെ ആൾക്കാർ ആര്? വഹാബികൾ, മുജാഹിദ് ആളുകൾ. അവർക്ക് അങ്ങനെയാണ് നമ്മുടെ നാടുകളിലൊക്കെ പറയപ്പെടുന്നത്. ഇവിടെ അങ്ങനെയാണ് അവർക്കുള്ള വിശേഷണം എന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആർക്ക്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക്. ഇനി ആ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി എന്ത് പറയാനാ? ആ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് ഇനി എന്ത് വിശദീകരിക്കാനാണ്? നിങ്ങൾ കണ്ടില്ലേ, തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവായി രംഗത്ത് വരുന്ന ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. അയാളുടെ ഒരു പ്രസ്താവന 1997 ഫെബ്രുവരി 3 തിങ്കളാഴ്ച പുറത്തു വന്നിട്ടുണ്ട്. മാധ്യമം പത്രത്തിലാണ് ഇത്. അന്ന് ഇയാൾ തളിപ്പറമ്പിലെ മന്നയിൽ അവിടെ തബ്ലീഗുകാരുടെ പള്ളിയിൽ ഖതീബുമൊക്കെയായി ജീവിച്ചിരുന്നൊരു കാലഘട്ടമാണ്. വിനീതനായ സിറാജുൽ പഠിക്കുന്ന ഒരു സമയം 97 ഈ പ്രസ്താവന വരെ ഇറങ്ങിയിട്ട് 97-98 കാലയളവിൽ വിനീതനായ ഞാൻ ഈ പ്രസ്താവന എടുത്തു വെച്ചുകൊണ്ട് വരെ തബ്ലീഗ് ജമാഅത്തിന്റെ ആ കേന്ദ്രത്തിൽ പ്രസംഗം നടത്തിയിരുന്നു. തബ്ലീഗുകാരെന്ന് പറഞ്ഞാൽ വളരെ സൗമ്യരും ക്ഷമാശീലരും ഒക്കെ ആയ ആൾക്കാരാണെന്നുള്ള ചില ആളുകൾ ധരിക്കും. അതുകൊണ്ട് ഞാൻ പറയാൻ, അങ്ങനെ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അവർ 2 മണിക്കൂർ പ്രസംഗം കഴിഞ്ഞ സമയത്ത്, നമ്മുടെ പ്രസംഗം കഴിഞ്ഞപ്പോ പിന്നെ കാണുന്നത് ഏറാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ എറിയാണ്. എറിഞ്ഞു എന്ന് മാത്രമല്ല, ഏറിന്റെ ഇടയിൽ നമ്മൾ വീണ്ടും 2 മണിക്കൂർ പ്രസംഗിച്ചു. തബ്ലീഗ് ജമാഅത്തിനെതിരെ, തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു കോട്ട, ആ കോട്ടയും അന്ന് ചുഴലി അവിടെ നേതൃത്വം കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് തബ്ലീഗുകാർ. അവരുടെ ഗുണ്ടകളെ കൊണ്ട് തബ്ലീഗുകാർ നമ്മൾ എറിയുന്ന സാഹചര്യം ഉണ്ടാക്കി. ഈ പ്രസ്താവന നമ്മൾ അവിടെ എടുത്തുദ്ധരിച്ചിരുന്നു. 1997 ഈ മൗലവിയുടെ പ്രസ്താവന. എന്താ പ്രസ്താവന എന്നറിയോ? അയാൾ പറയുന്ന വിഷയങ്ങളൊന്ന് കേട്ടോളൂ. പുത്തൻ പ്രസ്ഥാനക്കാർ സുന്നികൾ തന്നെ. പുത്തൻ പ്രസ്ഥാനക്കാര് സുന്നികൾ തന്നെ. ആര്? ചുഴലി അബ്ദുള്ള മൗലവി. ഇന്നയാൾ ആരാന്ന് ഞാൻ അറിയില്ല. അന്ന് തബ്ലീഗിന്റെ വലിയ നേതാവാണ്. പ്രവാചകന്മാരെയും ഖലീഫമാരുടെയും കാലത്ത് ഇമാമത്ത്, പ്രബോധനം, ഭരണം എന്നിവ ഒരാൾ തന്നെ കൈകാര്യം ചെയ്തതിനാലാണ് ആ കാലഘട്ടത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കാതിരുന്നതെന്നും ഇന്ന് പുത്തൻ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം മാറ്റി നിർത്തുന്ന ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, മുജാഹിദ് എന്നീ സംഘടനകൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് തന്നെയാണെന്നും തളിപ്പറമ്പ് മസ്ജിദുൽ ഹിലാൽ ഖതീബും വാഗ്മിയുമായ ചുഴലി അബ്ദുള്ള മൗലവി പ്രസ്താവിച്ചു. സയ്യിദ് നഗർ ജുമാ മസ്ജിദിൽ നടന്ന വമ്പിച്ച റമദാൻ പ്രഭാഷണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ടോ? അങ്ങനെ റമദാൻ പ്രഭാഷണത്തിൽ മൂപ്പര് പറഞ്ഞതാണ് സുന്നികളാണ് പുത്തൻവാദികൾ, മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഒക്കെ സുന്നത്യമായി തന്നെയാണ്. ഇപ്പൊ കക്ഷി ഏതാന്ന് നമുക്ക് പിടിയിട്ടില്ലേ? ഇപ്പൊ തബ്ലീഗ് ജമാഅത്ത് പറഞ്ഞാൽ ഏതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടുന്ന പ്രസ്ഥാനമാണ്. നമുക്ക് അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധം ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇയാൾ പറയാൻ, ഈ പ്രസ്ഥാനങ്ങളെ നയിക്കുന്നത് സച്ചരിതരായ നേതാക്കളും പ്രവാചകന്മാരുമാണ്. ഇസ്ലാമിക ചരിത്രം പഠിക്കാതെ കേവലം കർമ്മശാസ്ത്ര വിധികളിൽ ഒതുങ്ങി ആരാധനയും പ്രബോധനവും നടത്തുന്നവർ കമ്പ്യൂട്ടർ മുറകളാണ് സ്വീകരിക്കുന്നതെന്ന് മൗലവി കുറ്റപ്പെടുത്തി. സുന്നികളെന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ പുത്തനാശയങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആര്? തബ്ലീഗിന്റെ നേതാവായിരുന്നാന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ അയാൾ ആരാണെന്ന് ഞാൻ അറിയാത്തതുകൊണ്ടാണ്. ചുഴലി അബ്ദുള്ള മൗലവി, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന മാധ്യമത്തിൽ വന്നതാണ്. അന്ന് തബ്ലീഗ് ജമാഅത്തിന്റെ പള്ളിയിലെ ഖതീബാണ് ഇയാൾ. തബ്ലീഗ് ജമാഅത്തിന്റെ വേദികളിൽ പ്രസംഗിക്കുന്ന ആളാണ് ഇയാൾ. ഇത് യഥാർത്ഥത്തിൽ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കന്മാര് അവരുടെ അനുയായികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നന്നായി നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ സുന്നികൾ മുഴുവനും ഇസ്ലാമിന്റെ പുറത്തും, തബ്ലീഗ് ജമാഅത്തും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും. ഈ ആശയം പറയുന്ന തബ്ലീഗുകാര്, നിങ്ങളറിയോ, അവര് മൗലിദിന്റെ സദസ്സുകളിൽ കേരളത്തിൽ ചിലയിടങ്ങളിൽ വന്നിരിക്കാറുണ്ട്. എന്തിന്?
ഞങ്ങളും മൗലിദ് കഴിക്കുന്നവരാ, മൗലിദിൽ കൂടുന്നവരാ എന്ന് വരുത്തി തീർക്കാനാണ്. യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസമോ നിങ്ങൾക്ക് ഇതേ പുസ്തകത്തിൽ, ഇതേ ഫതാവയിൽ തന്നെ കാണാൻ കഴിയും, നിരവധി സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. ഇതിന്റെ 130-ാമത്തെ പേജിൽ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ. മൗലവിയോട്, ഇവരുടെ ഖുത്ബുൽ ആലമിനോട് നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചോദ്യം എന്താ? ഇയാളോടുള്ള ചോദ്യം, സുആൽ ഇനൈഖാദെ മജ്ലിസെ മീലാദ് ബദൂനെ ഖിയാം ബിരിവായാത് സ്വഹീഹ് ദുറസ് ഹേ യാ നഹി. നൃത്തമില്ല, നബിതങ്ങൾ പ്രസവിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ സമയത്ത് നിൽക്കലില്ല. സ്വഹീഹായ ചരിത്ര റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് മാത്രം ഒരു മൗലിദ് നടത്തിയാൽ, സംഘടിപ്പിച്ചാൽ അത് പറ്റൂ ഇല്ലയോ? എന്താ മറുപടി? ജവാബ്, ഇൻഇഖാദെ മജ്ലിസെ മൗലൂദ് ഹർ ഹാൽ നജായിസ് ഹേ. ഒരു സാഹചര്യത്തിലും മൗലിദ് സംഘടിപ്പിക്കൽ അനുവദനീയമല്ല. സദാഇ അംർ മൻദൂബ് കെ വാസിത്തെ മൻആ ഹേ. നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാരണം അതിലേക്ക് പ്രേരിപ്പിക്കുന്ന വിഷയം അത് തടയപ്പെട്ടതാണ്, അത് വിലക്കപ്പെട്ട സംഗതിയാണ്. ആ വിഷയം യഥാർത്ഥത്തിൽ എന്താണ്? നബിതങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമല്ലാതെ വേറെയൊന്നുമുണ്ടോ? അവർ പറയുന്ന തബ്ലീഗുകാര് പറയുന്നത് ശരിയായ റിപ്പോർട്ടുകൾ മാത്രം വെച്ചുകൊണ്ട് റസൂൽ വായിച്ചുകൊണ്ട് ഒരു മൗലിദ് നടത്തിയാലും ആ മൗലിദും പാടുള്ളതല്ല. ദൈവബന്ദിലെ തബ്ലീഗുകാർ എത്രയോ കാലം പാടി നടന്നില്ലേ? ബഹുത് നിദായെ റസൂൽ ഖുദാ മെ ശാഗിൽ ഹേ, യെ മുശ്രികും കി അലാമത്ത് ഹേ മഹ്ഫിലെ മീലാദ്. മീലാദിന്റെ സദസ്സുകളിൽ ധാരാളം തവണ റസൂലുള്ളാഹിനെ വിളിക്കലുണ്ട്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. ഈ വിളിയുണ്ടല്ലോ നബിതങ്ങളെ, ഈ വിളിക്കൽ, ആ വിളി ശിർക്കിന്റെ വിളിയാണ്, മുശ്രിക്കീങ്ങളെ പരിപാടി പോലെയാണ് മൗലിദിന്റെ സദസ്സ് എന്ന് ദൈവബന്ദിലെ തബ്ലീഗിന്റെ നേതാക്കന്മാര് പാടിയില്ലേ? മൗലിദിനെ പരിഹസിച്ചില്ലേ? കളിയാക്കിയില്ലേ? അത് ശിർക്കിന്റെ പരിപാടി എന്ന് വിശേഷിപ്പിച്ചില്ലേ? അതിന് സുന്നത്തിമായത്തിന്റെ പണ്ഡിതന്മാര് അതേ നാണയത്തിൽ മറുപടി കൊടുത്തു. എന്താ? ബഹുത് നിദായെ റസൂൽ ഖുദാ മെ ശാഗിൽ ഹേ, യെ മുശ്രികും കി അലാമത്ത് ഹേ പഞ്ചഗാന നമാസ്. 5 നേരത്തെ നിസ്കാരത്തിൽ റസൂലുള്ളാഹിനെ വിളിക്കാതെ നിസ്കാരമില്ല. അപ്പോ 5 നേരത്തെ നിസ്കാരത്തിലൂടെ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് ഇത് മുശ്രിക്കിന്റെ പരിപാടിയാണോ? തബ്ലീഗുകാരാ, നിന്റെ നിസ്കാരം എന്ന ചോദ്യത്തിന് ഇന്നോളം തബ്ലീഗുകാരന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങളെ വിളിക്കുന്നല്ലോ, അയ്യുഹൻ നബിയു. അത് നിസ്കാരത്തിലാണല്ലോ. തബ്ലീഗുകാരൻ നിസ്കരിക്കൂ എന്ന് പറഞ്ഞ ആളുകളെ വിളിക്കുകയാണല്ലോ. ചില പള്ളിയിൽ പോയാൽ തബ്ലീഗുകാർക്ക് വളരെ ചുരുക്കം പള്ളികളിൽ ചില ആധിപത്യം കിട്ടിയാൽ ആ ആധിപത്യമുള്ളയിടത്ത് തബ്ലീഗുകാർ മെല്ലെ നിലയുറപ്പിക്കും. എന്നിട്ട് ഹൗലിന്റെ കരയിൽ തന്നെ നിൽക്കും. വുളു എടുത്ത് പള്ളിയിലേക്ക് വരുന്നവനോടും പറയും നിസ്കരിക്കണേ. അങ്ങനെയുള്ള തബ്ലീഗുകാരെ കാണാം. വുളു എടുത്തിട്ട് പള്ളിയിൽ കയറിയിട്ട് പിന്നെ ഇയാൾ നിസ്കരിക്കല്ല, നോമ്പ് വെക്കാനായി പോണത്. നിങ്ങൾ ആലോചിച്ചു, അവനോടൊരു നിസ്കരിക്കണം. ഇതൊക്കെ ചെറിയ ഒരു പ്രകടനം മാത്രമാണ്, വേറൊന്നുമല്ല, വെറും പ്രകടനം മാത്രം. ഞങ്ങളൊരു നിസ്കരിപ്പിക്കുന്ന ടീമാണ് എന്ന് പ്രകടിപ്പിക്കൽ മാത്രമാണ്. അങ്ങനെ ഒരു വിഭാഗമായി പഴുത്തുപോയ ഒരു ടീമാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയപ്പെടുന്നത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ ബഹുമാനങ്ങൾ അംഗീകരിക്കുന്നിടത്ത് വളരെ പിന്നോട്ട് പോയ ഒരു പ്രസ്ഥാനം എന്ന് മാത്രമല്ല, നബിതങ്ങളെ അങ്ങേയറ്റം നിസ്സാരപ്പെടുത്തുന്നിടത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന പ്രസ്ഥാനം കൂടിയാണ്. റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തുന്ന, നബിതങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയുന്ന, അതേ മുജാഹിദ് ജമാഅത്തുകാർക്ക് മുഴുവനും കൊടി പിടിക്കുന്ന, അവർക്ക് ചൂട്ടുപിടിക്കുന്ന, അവരുടെ പിന്നാലെ പോകുന്ന, അവരുടെ ആശയങ്ങൾ തെറ്റല്ലെന്ന് പറയുന്ന, അവരുടെ ആശയങ്ങൾ ഇവരുടെ കേന്ദ്രങ്ങളിൽ വെച്ച് നടപ്പാക്കുന്ന ഒരു ടീം കൂടിയാണ് തബ്ലീഗ് ജമാഅത്ത്. അതുകൊണ്ട് തബ്ലീഗുകാര് ഹദ്ദാദോ എന്ന് കേൾക്കാറുണ്ടോ? തബ്ലീഗുകാര് അവരുടെ സദസ്സിൽ മൗലിദ് ഓതാറുണ്ടോ? തബ്ലീഗുകാര് ഉറൂസുകളിൽ പങ്കെടുക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ടോ?
തബ്ലീഗുകാർ ഇസ്തിഗാസ അംഗീകരിക്കുന്നുണ്ടോ? തബ്ലീഗുകാർ തവസ്സുൽ അംഗീകരിക്കുന്നുണ്ടോ? തബ്ലീഗുകാർ മഹാന്മാരെ മഖബറയിലേക്കുള്ള യാത്രകൾ അംഗീകരിക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിലെ തബ്ലീഗുകാരോടുള്ള എന്റെ ചോദ്യമാണ്, ഉണ്ട് എന്നാണോ നിങ്ങളെ മറുപടി? ഇല്ല എന്നാണോ? ഉണ്ട് എന്നാണ് നിങ്ങളെ മറുപടിയെങ്കിൽ നിങ്ങളെ മുൻകാലത്ത് കഴിഞ്ഞുപോയ നേതാക്കന്മാര് എഴുതിയത് മുഴുവനും തെറ്റാണ്, അബദ്ധമാണ്, ഞങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല എന്ന് ഒരു പരസ്യ പ്രസ്താവന നിങ്ങൾ ഇറക്കുമോ? തബ്ലീഗുകാരോടുള്ള ചോദ്യമാണ്. നിങ്ങൾ ഈ പറഞ്ഞ നേതാക്കൾ അവരൊക്കെ കഴിഞ്ഞുപോയി, ഞങ്ങൾ അവരുടെ ആശയങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് തബ്ലീഗുകാരിലെ ഏതെങ്കിലും നാട്ടിൻപുറത്തിലെ ഒറ്റപ്പെട്ടവർ പറയുകയല്ല. ഞാൻ അവരോട് പറയുന്നു, നിങ്ങളുടെ നേതാക്കളെ കൊണ്ടൊരു പ്രസ്താവന നിങ്ങൾ ഇറക്കിക്കുമോ? റഷീദ് അഹമ്മദ് ഗാംഗോയെ ഞങ്ങൾ അറിയൂല, അയാൾ ആശയം ഞങ്ങൾക്കില്ല എന്ന് നിങ്ങൾ പറയിക്കുമോ? ഇസ്മായിൽ സയ്യിദ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ആളെ ഞങ്ങൾക്കറിയൂല, അയാൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് പറയോ? ഷാ മുഹമ്മദ് ഇല്യാസിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് നിങ്ങൾ പറയോ? ഖാസിം നാനൂത്തബി അംഗീകരിക്കുന്നില്ലെന്ന് നിങ്ങൾ പറയോ? അവരുടെ ആശയം തെറ്റാണെന്ന് നിങ്ങൾ പറയോ? എന്നിട്ട് നിങ്ങൾ പരസ്യപ്പെടുത്തുമോ? ഇസ്തിഗാസ പാടുണ്ട്, മുജാഹിദികൾ പഴച്ചവരാണ്, അതുപോലെ ജമാഅത്ത് ഇസ്ലാമി പഴച്ചവരാണ്, അതുപോലെ അത് നബി തങ്ങൾ നിസ്കാരത്തിൽ വിളിക്കുന്നതിന് കുഴപ്പമില്ല, ഉണ്ടെന്ന് ഇസ്മായിൽ സയ്യിദ് എഴുതിയത് അബദ്ധമാണ്, ഞങ്ങൾക്ക് ആ വിശ്വാസമില്ല. തബ്ലീഗുകാരെ നിങ്ങൾ എഴുതോ, നിങ്ങളെ പള്ളിയിൽ നിന്ന് ഖുത്ബ അത് മലയാളത്തിലാക്കി നിങ്ങൾ നിർത്തൽ ചെയ്ത് തൗബ ചെയ്ത് മുസ്ലിങ്ങളെ കൊണ്ട് തൗബ ചെയ്യാൻ, അതിൽ പങ്കെടുത്തവരോട് തൗബ ചെയ്യാൻ നിങ്ങൾ പറയുമോ? അടുത്ത ആഴ്ച മുതൽ അത് നിങ്ങൾക്ക് നിർത്തലാക്കാൻ കഴിയുമോ? നിങ്ങളെ മദ്രസകളിലും കേന്ദ്രങ്ങളിലും റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടുമോ? മൗലിദ് നിങ്ങൾ കഴിക്കുമോ? ഇതൊന്നുമില്ലാതെ ഞങ്ങളും സുന്നിയാണ്, ഞങ്ങൾ അവരെ പോലെയൊന്നുമല്ലെന്ന് വെറുതെ നാട്ടിൽ വന്ന് വിളമ്പിയത് കൊണ്ട് കാര്യമില്ല. അത് നിങ്ങളെ കാപട്യം ഒന്നുകൂടി വെളിപ്പെടുത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് മുസ്ലിങ്ങളോട് പറയട്ടെ, ബിദ്അത്ത് ഒരു മാരക രോഗമാണ്, പുത്തനാശയം ഒരു മാരകമായ രോഗമാണ്. അല്ലാഹു അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാതൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. എന്തേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ വളരെ നന്നായി ആലോചിക്കേണ്ട വിഷയമാണ്. അള്ളാഹു നമ്മളെ പഠിപ്പിച്ച വിഷയമാണ്. എന്താ അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തിയത്? അള്ളാഹു അവന്റെ പരിശുദ്ധ ആത്മാവായ ജിബ്രീലിനെ കൊണ്ട് ശക്തിപ്പെടുത്തുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ വാഗ്ദത്തം നൽകിയ വിഷയം ഏതാണെന്നറിയോ? ബിദ്അത്തിന്റെ ആളുകളോട്, അള്ളാഹുവിനോടും റസൂലിനോടും അതാ യുദ്ധം പ്രഖ്യാപിച്ചു വന്ന ആളുകൾ, ആ ആളുകളോട് ബന്ധം പുലർത്താതെ, അവരെ ആത്മമിത്ര സ്നേഹ ബന്ധുക്കളാക്കാതെ, ഇസ്ലാമിന്റെ ദീനിന്റെ രംഗത്ത് അവരെ മാറ്റി നിർത്തുന്ന ആളുകൾ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാനെ ഉറപ്പിച്ചുവെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അന്ത്യനാളിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളെ നബിയെ അവിടുന്ന് എത്തിക്കുകയില്ല. യുവാതൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു. അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവരോട് എതിരിടുന്ന ആളുകളോട്, അവരോട് അവരെ ആത്മമിത്ര സ്നേഹ ബന്ധുക്കളാക്കുന്നവരായി അവിടുന്ന് എത്തിക്കുകയില്ല, കാണുകയില്ല. അള്ളാഹു ഖുർആനിൽ പറയുകയാണ്, വലൗ കാനൂ ആബാഅഹും. അതവരുടെ പിതാക്കൾ തന്നെയാണെങ്കിലും, അവരുടെ മക്കൾ തന്നെയാണെങ്കിലും, അവരുടെ സഹോദരങ്ങൾ തന്നെയാണെങ്കിലും, അവരുടെ കുടുംബങ്ങളാണെങ്കിലും, അതേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അതാ അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ച, അള്ളാഹുവിന്റെ റസൂലിനോട് എതിരിട്ട് വന്ന കക്ഷികളോട് ആത്മമിത്ര സ്നേഹബന്ധങ്ങൾ പുലർത്തൂല. ഇത് ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ അൽ ഗുനിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതാ ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത് പിന്തുടരൽ ഒരു മുഅ്മിന് നിർബന്ധമാണ് എന്ന് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുകയാണ്.
وأن لا يكافر أهل البدع ولا يداينهم ولا يسلم عليهم لأن إمامنا أحمد بن حنبل رحمة الله عليه قال من سلم على صاحب بدعة فقد أحبه لقول النبي صلى الله عليه وسلم أفشوا السلام بينكم تحابوا ولا يجالسهم ولا يقرب منهم ولا يهنيهم في الأعياد وأوقات السرور ولا يصلى إذا ماتوا ولا يترحم عليهم إذا ذكروا بل يباينهم ويعاديهم في الله عز وجل معتقدا بطلان مذهب أهل بدعة محتسبا بذلك الثواب الجزيل والأجر الكثير. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ രേഖപ്പെടുത്തുകയാണ്, ബിദ്അത്തിന്റെ ആളുകള് അവരുമായി ബന്ധം പുലർത്താതിരിക്കരുത്, അവരുമായി സലാം പറയാതിരിക്കരുത്, അതുപോലെ തന്നെ അവരുമായി ദീനിന്റെ വിഷയങ്ങൾ, ആ ദീനിന്റെ വിഷയങ്ങളിൽ ആത്മീയതയുടെ വിഷയങ്ങളിലും അവരുമായി സദസ്സുകളിൽ പങ്കെടുക്കാതിരിക്കൽ. കണ്ടോ, മുജാഹിദുകൾ ഒരു ഭാഗത്ത് പ്രസംഗിക്കുന്നു, ജമാഅത്തുകാര് പ്രസംഗിക്കുന്നു, തബ്ലീഗുകാര് പ്രസംഗിക്കുന്നു, അതിന്റെ സ്റ്റേജിൽ പോയി ഇരിക്കൽ, ആ ആശയം പറയുന്നിടത്ത് പോയി ഇരിക്കൽ, എന്നിട്ട് അവരുടെ ആശയങ്ങൾ കേട്ട് അവർക്ക് അതാ ജനപ്പെരുപ്പമുണ്ടാക്കി കൊടുക്കൽ, അവരുടെ ആശയങ്ങളുമായി ഇടപഴകൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പരിപാടികൾ അത് പാടുള്ളതല്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അവർ മരിച്ചാൽ നിസ്കരിക്കപ്പെടാതിരിക്കൽ. അങ്ങനെ വിശദീകരിച്ചുകൊണ്ട് മാനവറുകൾ പിന്നെ എന്ത് വേണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുമായി വേർപെടണം. ബിദ്അത്തിന്റെ ആളുകളുടെ മദ്ഹബ് ബാത്തിലാണ്, അത് നിരർത്ഥകമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹ്തസിബൻ ബിദാലിക സവാബൽ ജസീല വൽ അജ്റൽ കസീർ, വലിയ പ്രതിഫലം അതുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അതാ അവരുടെ സർവ്വ മാർഗങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വഖാല ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് സമിഅതു സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി, സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടുവന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറയുകയാണ്, എന്താണ്? മൻ തബിഅ ജനാസത മുബ്തദിഅൻ ലം യസൽ ഫീ സഖത്തില്ലാഹി തആല ഹത്താ യർജിഅ. ഒരു പുത്തൻവാദിയുടെ ജനാസ ഒരാൾ അനുഗമിച്ചാൽ അവൻ തിരിച്ചു വരുന്നവരെ അള്ളാഹുവിന്റെ കോപത്തിലാണ്. വഖദ് ലഅന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുബ്തദിഅ, നബി തങ്ങൾ മുബ്തദിഅനെ പുത്തൻവാദിയെ ശപിച്ചു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അതാ നബി തങ്ങൾ പറഞ്ഞില്ലേ, മൻ അഹദസ, ആരെങ്കിലും പുത്തൻവാദം ഉണ്ടാക്കിയാൽ, മതത്തിൽ പുതിയ വാദങ്ങൾ ഉണ്ടാക്കിയാൽ, മൻ അഹദസ ഹദസൻ ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദിക്ക് അഭയം നൽകിയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്, അതേ മലക്കുകളുടെ ശാപമുണ്ട്, സർവ്വ സത്യവിശ്വാസികളുടെയും ശാപമുണ്ട്. വലാ യഖ്ബലുല്ലാഹു മിന്നു സർഫ വൽ അദല, അവനിൽ നിന്നൊരു ചെറിയതും വലിയതുമായ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കൂല. ഫർദോ സുന്നത്തുമായ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കൂല. മുഅ്മിനീങ്ങളെ, ഇത് ഉറച്ചു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്താണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്? എന്താണ് ബഹുമാനപ്പെട്ട ഇമാം മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്? ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് ഫർദോ സുന്നത്തുമായ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കൂല. അവരെത്ര നിസ്കരിച്ചു എന്ന് പറഞ്ഞാലും, എത്ര സുന്നത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞാലും, എത്ര ഖുർആൻ ഓതി എന്ന് പറഞ്ഞാലും, എത്ര തസ്ബീഹ് ചൊല്ലി എന്ന് പറഞ്ഞാലും റബ്ബ് അവരെ അമൽ സ്വീകരിക്കൂല. നബി തങ്ങളാണ് നമ്മളെ ഇത് ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് സ്വീകരിക്കപ്പെടാത്ത അമലുകൾ ആരെങ്കിലും വർദ്ധിപ്പിക്കുന്നു എന്ന് കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു പോകണ്ട. കാരണം അവിടെ വിശ്വാസം ശരിപ്പെട്ടിട്ടില്ല. ക്ലിയറുള്ള വിശ്വാസത്തിലല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൂട്ടിയിട്ട് അതിനൊരു പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതുമില്ല. അതുകൊണ്ടല്ലേ റബ്ബ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മളെ പഠിപ്പിച്ചത്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. നബിയേ, തങ്ങൾ പറയൂ,
ഹൽ ഉനബ്ബിയുകും ബിൽ അഖ്സരീന അഅമാല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അതെ, കർമ്മങ്ങളാൽ ഏറ്റവും പരാജയപ്പെട്ടു പോയ ഒരു വിഭാഗത്തെ ആരാണവർ? അല്ലദീന വല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയാ, ഐഹിക ലോകത്ത്, ഭൗതിക ലോകത്ത് എല്ലാ അധ്വാനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പരിശ്രമങ്ങളും പിഴച്ചുപോയാ അത് നേർദിശയിൽ നിന്ന് തെറ്റിപ്പോയ ഒരു വിഭാഗമാണ്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനാ, അവർ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എന്ന്, നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അവരങ്ങനെ ധരിക്കുന്നു. പക്ഷേ അവരുടെ കർമ്മങ്ങൾക്കൊന്നും ഒരു ഫലവും ലഭിക്കാനില്ല. ഇവര് വഴി പിഴച്ചു പോയവരാണ്. ഭൗതിക ലോകത്ത് അവരുടെ പ്രവർത്തനങ്ങൾ പിഴച്ചു പോയവരാണ്. പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ അവരുടെ ഏടിൽ പ്രതിഫലം ലഭിക്കുന്നതായി ഒന്നും അവശേഷിക്കൂല. കാരണം എന്ത്? അവരുടെ വിശ്വാസം ശരിയില്ല, ആശയം ശരിയില്ല. അത് റസൂലുള്ളാഹിനെ അപകീർത്തിപ്പെടുത്തുന്നതാണ്, സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമാണ്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമായ തബ്ലീഗ് ജമാഅത്ത് നമുക്ക് വേണ്ട, മുജാഹിദ് പ്രസ്ഥാനം നമുക്ക് വേണ്ട, ജമാഅത്ത് ഇസ്ലാമി നമുക്ക് വേണ്ട. സകല പിഴച്ച പ്രസ്ഥാനങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രസ്ഥാനങ്ങൾ മുഴുവനും കൈയൊഴിഞ്ഞ് അല്ലാഹുവിന്റെ ദീനിന്റെ നേരായ മാർഗം പൂർവീകരും മുൻഗാമികളും നമുക്ക് പഠിപ്പിച്ചു തന്ന ആലിമീങ്ങളും സാലിഹീങ്ങളും ലോകത്ത് ജീവിച്ച് കാണിച്ചു തന്ന ഏറ്റവും ഉത്തമമായ മാർഗമില്ലേ, അത് സ്വീകരിച്ച് ജീവിച്ച് അവസാനം കാമില ഈമാൻ കിട്ടി നമുക്ക് മരിക്കാൻ കഴിയണം. റബ്ബുൽ ആലമീനായ റബ്ബേ, ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് നൽകണം അല്ലാഹ്.